ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിലെ ഡിസ്കഷൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ സ്റ്റഡി പ്ലാൻ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. ഈ ദിവസം നിങ്ങൾ 3 തലങ്ങളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണും. ഒന്ന്, നമ്മൾ ജിയോഗ്രഫി ആയിരിക്കും ആദ്യത്തെ ഒരു ഭാഗത്ത്. അത് വളരെ ചെറിയ ചർച്ചയായിരിക്കും, കാരണം നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളുടെ NCERT ടെക്സ്റ്റുകളിൽ കൊടുത്തിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കോസ്മോസ് എന്നുള്ള രീതിയിൽ, സോളാർ സിസ്റ്റം, ആ രീതിയിലുള്ള ചില കാര്യങ്ങളൊന്ന് ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് 3rd വീക്കിൽ ജിയോഗ്രഫി ഭാഗങ്ങൾ. പിന്നീട് ഇംഗ്ലീഷിൻ്റെയും അതിനുശേഷം മാത്സിൻ്റെയും മെൻ്റൽ എബിലിറ്റിയുടെയും കൂടിയിട്ടുള്ള ചർച്ചകൾ നിങ്ങൾ കാണുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി പ്ലാൻ, പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി പ്ലാൻ എന്താണ്, എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുമായി ബന്ധപ്പെട്ട എക്സാമുകൾ, അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സാറ്റർഡേ എക്സാം ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ വീക്ക്ലി എക്സാം ആയിട്ട് ഇന്ന് ഈ ആഴ്ച 32 ചോദ്യങ്ങളാണ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു ഓൾറെഡി. അതിൻ്റെ ഡിസ്കഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇപ്പോൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. സോ 3 മാസത്തെ നമ്മളുടെ സ്റ്റഡി പ്ലാൻ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലെ മൂന്നാമത്തെ ആഴ്ച ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി അവസാനിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, നെക്സ്റ്റ് വീക്ക് 4ാമത്തെ വീക്ക് എന്ന് പറയുന്നത് കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള വീക്ക് ആയിരിക്കും. കുറച്ചധികം പോർഷൻ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ തരുന്നതായിരിക്കും. കാരണം നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, വേഗത്തിൽ ഇനി പോർഷനുകൾ തീർത്ത് പോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ 4ാമത്തെ ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് സാധാരണ പോലത്തെ ഒരു വീക്ക്ലി ടെസ്റ്റ് ആയിരിക്കില്ല. പകരം ഉണ്ടാവുന്നത് എന്തായിരിക്കും, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് ആയിരിക്കും. അതായത് ഈ മാസം മുഴുവനായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഭാഗങ്ങൾ ഈ ആഴ്ച നമ്മൾ ഓരോ ആഴ്ചയിലുമായിട്ട് നമ്മൾ പഠിച്ച് ഈ മാസം മുഴുവനായിട്ട് നമ്മൾ എന്തെല്ലാം പോർഷൻ കവർ ചെയ്തോ അതെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു വലിയ ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. പക്കാ PSC മോഡൽ, നമ്മൾ എങ്ങനെയാണോ സാറ്റർഡേ ടെസ്റ്റ് നടത്തുന്നത് അതുപോലെ ഒരു പക്കാ PSC മോഡലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ ലഭ്യമാക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. 4th വീക്കിൻ്റെ ടൈം ടേബിൾ എല്ലാ ഞായറാഴ്ചയും ആ ആഴ്ചയിലെ ടൈം ടേബിൾ തരുന്നത് പോലെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതും ആയിരിക്കും. സോ ഇന്നത്തെ ആഴ്ചയിൽ ഈ ആഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങൾ എന്താണെന്നുള്ളത്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ഈസ് ഓർ ആർ കറക്റ്റ്? ശരിയായ ഉത്തരമാണ് ചോദിക്കുന്നത്. ആദ്യത്തേത്, ആസ്റ്ററോയിഡ്സ് ആർ സ്മോൾ റോക്കി പ്ലാനറ്റോയിഡ്സ് വൈൽ കോമറ്റ്സ് ആർ ഫോംഡ് ഓഫ് ഫ്രോസൺ ഗ്യാസസ് held together by rocky and metallic material. ആസ്ട്രോയിഡുകളുടെയും കോമറ്റുകളുടെയും ഇടയിൽ ഒരു കമ്പാരിസൺ ആണ് നടത്തുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ ആദ്യത്തേത്? തീർച്ചയായും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആസ്ട്രോയിഡുകളെ പ്ലാനറ്റോയിഡ്സ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. നമ്മൾ സൂര്യന്റെ ഫോർമേഷൻ, ഒരു സ്റ്റാർ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ടല്ലേ. നെബുലയിൽ നിന്നും എങ്ങനെയാണ് ഒരു സ്റ്റാർ ഫോം ചെയ്യുന്നത് എന്ന്. ഇത് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാർ ഫോർമേഷന് മുമ്പായിട്ട് ഒരു സെൻട്രൽ ഉണ്ടാകുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെബുലയിൽ ഒരു ഭാഗം കൊളാപ്സ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിൽ പല പല ലെയറുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവ തിരിക്കപ്പെടുന്നുണ്ട്. ഒരു സെൻട്രൽ പോർഷൻ ഉണ്ടാകുന്നു. ആ സെൻട്രൽ പോർഷനാണ് ഏറ്റവും മാസീവ് ആയിട്ടുള്ള ഭാഗം ഉണ്ടാവുന്നത്. ഇവിടെ നടന്ന കൊളാപ്സ് കാരണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നുണ്ട്. അതിനിടയിൽ ചുറ്റും ഉണ്ടാകുന്ന ഈ ഡിസ്ക് ഫോമിൽ എന്ത് ചെയ്യുന്നു, ഇവ പല പല ലൈനുകളായിട്ട് മാറുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിൾസ് നിറയുന്നുണ്ട്. ഇവ അക്രീഷൻ പ്രോസസ്സിലൂടെ കൂട്ടിയിടിക്കുന്നു, ഫ്രിക്ഷൻ കൂടുന്നു, ഒന്നിച്ചു ചേരുന്നു. ഇവ എന്ത് ചെയ്യുന്നു, ഒന്നിച്ച് ഫ്യൂസ് ആവാൻ തുടങ്ങുന്നു. അങ്ങനെ ഇതിൽ നിന്ന് ഓരോരോ ഡിസ്റ്റൻസുകളിൽ എന്തുണ്ടായി തുടങ്ങുകയാണ്, പ്ലാനറ്റുകൾ. ഇവ കൂടിച്ചേർന്ന് പ്ലാനറ്റുകൾ ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ ചില ഭാഗങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ പ്ലാനറ്റുകളായി മാറാതെ പോയിട്ടുണ്ട് അല്ലെ. ഇതുകൊണ്ടാണ് ഇവയെ എന്ത് കൂടി വിളിക്കുന്നത്, പ്ലാനറ്റോയിഡ്സ് എന്ന പേരിൽ കൂടി നമ്മൾ വിളിക്കുന്നത്. റോക്കി പ്ലാനറ്റോയിഡ്സ് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ എന്ത് ചെയ്യുകയാണ്, ആസ്റ്ററോയിഡുകളായി, അവ എന്തായി മാറുകയാണ്, ആസ്റ്ററോയിഡുകളായിട്ട് മാറുകയാണ്. കോമറ്റുകളാണ് എന്നുണ്ടെങ്കിലോ, കോമറ്റുകൾക്ക് ചില വ്യത്യാസമുണ്ട്. ഒന്നാമത് അവ ഉണ്ടാകുന്നത് കുറച്ച് ദൂരെയാണ് ഉണ്ടാകുന്നത് അല്ലെ. അവ കുറച്ച് ദൂരെയാണ് ഉണ്ടാകുന്നത്. എവിടെയാണ്, ഊർട്ട് ക്ലൗഡിന്റെ ഭാഗമായിട്ടാണ് അവയെ നമുക്ക് എന്ത് ചെയ്യുന്നത്, അധികവും കാണുന്നത് അല്ലെ. ഊർട്ട് ക്ലൗഡിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുയിപ്പർ ബെൽറ്റ് കൂടുതലും എവിടെ നിന്നാണ്, അതായത് 2 രീതിയിൽ നിങ്ങൾ അവയെ മനസ്സിലാക്കണം. ആദ്യത്തെ ഉത്തരം കുയിപ്പർ ബെൽറ്റ് ആയിരിക്കും മോസ്റ്റ്ലി. കാരണം എന്താ, സോളാർ സിസ്റ്റത്തിന്റെ ടുവേർഡ്സ് എൻഡിൽ കുയിപ്പർ ബെൽറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പൊസിഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ.
അപ്പോൾ കുയിപ്പർ ബെൽറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഇനി മൊത്തം സോളാർ സിസ്റ്റത്തിനെ ഒരു സ്പിരിക്കൽ ഷേപ്പിൽ ഇങ്ങനെ എന്താണ് ചുറ്റി നിൽക്കുന്ന മറ്റൊന്നാണ് ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ ടൈം ഇന്റർവെല്ലിൽ വന്നു പോകുന്ന കോമറ്റുകൾ കുയിപ്പർ ബെൽറ്റിന്റെ അവിടെ നിന്നും വരുന്നു എന്നും വലിയ ടൈം ഇന്റർവെല്ലിൽ വന്നു പോകുന്നവ ഊർട്ട് ക്ലൗഡിൽ നിന്ന് വരുന്നു എന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയധികം ദൂരെയുള്ള ഇടത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇവ എങ്ങനെയാണ്, കോമറ്റ്സ് എങ്ങനെയാണ്, ദേ ആർ ഫ്രോസൺ ഗ്യാസസ് held together by rocky and metallic materials തന്നെയാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ആസ്ട്രോയിഡ്സ് ആർ found mostly between the orbits of Jupiter and Mars. ശരിയല്ലേ? ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത് ജുപ്പിറ്ററിന്റെയും, അതായത് മാർസ് കഴിയും അല്ലെ, എർത്ത് കഴിഞ്ഞു, പിന്നെ മാർസ്, പിന്നെ ജുപ്പിറ്റർ തുടങ്ങുന്നതിന്റെ ഇടയിലാണ് എന്ത് കിടക്കുന്നത്, ആസ്ട്രോയിഡ് ബെൽറ്റിൽ ഈ പല പല ആസ്ട്രോയിഡുകൾ ഇങ്ങനെ കിടക്കുന്നത് അല്ലെ. അത് ജുപ്പിറ്ററിന്റെയും മറ്റും സാന്നിധ്യം കൊണ്ട് ശരിക്കും ഇവിടെ പ്ലാനറ്റ് ആകേണ്ടിയിരുന്ന ഒരാൾ അതാകാണ്ട് പോയതാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് പല ശാസ്ത്രജ്ഞരും പറയുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിന്റെ റെമനൻസ് ആയിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ആസ്ട്രോയിഡ് ബെൽറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്, മാർസിന്റെയും ജുപ്പിറ്ററിന്റെയും ഇടയിൽ കിടക്കുന്നുണ്ട്. ഇനി ഇത് കണ്ട ഉടനെ ഇത് ശരിയാണ് എന്ന് എന്ത് ചെയ്യും, ആദ്യത്തെ ഇത്രയും വായിച്ചു ശരിയാണല്ലോ എന്നാൽ ശരി ഇടാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ ശരിയിട്ട് പോയാൽ ആ ആൻസർ നിങ്ങളുടെ തെറ്റും. കാരണം എന്താണ്, സെക്കൻഡ് പാർട്ട് ഓഫ് ദി ലൈൻ നോക്കൂ. വൈൽ കോമറ്റ്സ് ആർ ഫോണ്ട് മോസ്റ്റ്ലി ബിറ്റ്വീൻ വീനസ് ആൻഡ് മെർക്കുറി. വീനസിന്റെയും മെർക്കുറിയുടെ ഇടയിലാണോ നമുക്ക് കോമറ്റുകളെ കാണാൻ സാധിക്കുന്നത്? അല്ല. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഒന്നില്ലെങ്കിൽ കുയിപ്പർ ബെൽറ്റിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ഊർട്ട് ക്ലൗഡിന്റെ അവിടെ നിന്ന് ഇങ്ങനെയാണ് കോമറ്റ്സ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വരുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ സോളാർ സിസ്റ്റത്തിന്റെ തൊട്ട്, അതായത് നമ്മളുടെ പ്ലാനറ്റുകൾ കഴിഞ്ഞ് തൊട്ട് വെളിയിലാണ് കുയിപ്പർ ബെൽറ്റ് വരുന്നത് അല്ലെ. പ്ലൂട്ടോ ഒക്കെ കുയിപ്പർ ബെൽറ്റിന്റെ ഭാഗത്തായിട്ട് അപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ത് പോകുന്നു, അത് തെറ്റായി മാറിയിരിക്കുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായി മാറിയിരിക്കുന്നു, തെറ്റായി. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ട ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, എയും ഡിയും കളയാം. മനസ്സിലാവുന്നില്ല? എയും ഡിയും കളയാം. അത് കളഞ്ഞു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, പിന്നെ നോക്കണോ, 1 and 3 ഓൺലി അല്ലെ. 1 and 3 ഓൺലി നമുക്ക് ടിക്ക് ചെയ്തിട്ടങ്ങ് പോവാം. എന്നിരുന്നാലും 3 കൂടി നമുക്കൊന്ന് വായിക്കാം. എന്താണ് 3? കോമറ്റ്സ് ഷോ എ പെർസെപ്റ്റിബിൾ ഗ്ലോയിങ് ടെയിൽ വൈൽ ആസ്ട്രോയിഡ്സ് ഡു നോട്ട്. കോമറ്റ്സിന്റെ ഏറ്റവും, നമ്മൾ കോമറ്റുകൾ വാൽനക്ഷത്രങ്ങൾ എന്നല്ലേ നമ്മളെ വിളിക്കാറുള്ളത്. ദേ ഷോ എ ഗ്ലോയിങ് ടെയിൽ. ഇതെന്തായി ടെയില്? നമ്മൾ പറഞ്ഞില്ലേ, കുറെ ഗ്യാസുകൾ ഫ്രോസ് ആയിട്ട് എന്താണ് ഈ റോക്കി ആൻഡ് മെറ്റാലിക് മെറ്റീരിയലിന്റെ ഉള്ളിൽ ഹെൽഡ് ടുഗദർ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. എന്താണ് വാൽനക്ഷത്രങ്ങൾ ചെയ്യുന്നത്? വാൽനക്ഷത്രങ്ങൾ ചുറ്റുന്നതും കോമറ്റ്സ് ചുറ്റുന്നത് എന്തിനെ തന്നെയാണ്? സൂര്യനെ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? സൂര്യനെ തന്നെയാണ് ചുറ്റുന്നത്. അപ്പോൾ ഈ കോമറ്റ്സ് വളരെ ദൂരെ നിന്നും ഇങ്ങനെ സഞ്ചരിച്ച് വന്നിട്ട് സൂര്യന്റെ അടുത്തേക്ക് എത്തി തുടങ്ങില്ലേ. അപ്പോൾ എന്താണ്, ഈ സോളാർ വിൻഡും ഈ ചൂടും എന്ത് ചെയ്യുന്നത്, പതുക്കെ കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇതെന്താണ്, സൂര്യനെ ചുറ്റുമല്ലേ. അപ്പൊ സൂര്യനിൽ നിന്നും വരുന്ന ഇവ എന്ത് ചെയ്യും, ഈ ഗ്യാസുകളും മറ്റും പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, നമ്മളുടെ വെള്ളം നീരാവിയാവില്ലേ, അതുപോലെ എന്ത് ചെയ്യും, ഈ ഗ്യാസുകൾ റിലീസ് ആവാൻ തുടങ്ങും. ഈ റിലീസ് ആവുന്ന ഗ്യാസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇവയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കല്ലേ, സ്പീഡിൽ സഞ്ചരിക്കല്ലേ, അതാണ് എന്ത് ചെയ്യുന്നത്, വാല് പോലെ പുറകിലോട്ട് നമുക്ക് വെളിച്ചം പോലെ കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ ഗ്യാസ്, ഈ ഐസി ഫ്രോസൺ ഒബ്ജക്റ്റ് ആണ് അല്ലെ, അതുകൊണ്ടാണ് അതിൻ്റെ എന്താണ് ആ തിളക്കവും ബാക്കിലോട്ട്, ഇതാണ് ഈ വാല് പോലെ നമുക്ക് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, സൂര്യനിൽ നിന്നും എവേ ആയിരിക്കും ഇതിന്റെ വാല്. വാൽനക്ഷത്രത്തിന്റെ വാൽ എപ്പോഴും എങ്ങനെയായിരിക്കും, സൂര്യനിൽ നിന്നും എവേ ഡയറക്ഷനിലായിരിക്കും, എവേ ഫ്രം ദ സൺ ആയിരിക്കും എപ്പോഴും ഇതിന്റെ ടെയിൽ കിടക്കുന്നുണ്ടാവുക. അത് SSC RRB പോലുള്ള ചോദ്യങ്ങളിൽ, എക്സാമുകളിൽ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ആ ഡയറക്ഷൻ. PSCയുടെ എക്സാമുകളിലും തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ വരാം. മനസ്സിലാവുന്നുണ്ടോ? ടുവേർഡ്സ് സൺ ആണ് അതിന്റെ ടെയിൽ കിടക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നാൽ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? 1 and 3 ഓൺലി എന്നതാണ് നമ്മുടെ ശരിയായ ആൻസർ വരുന്നത്. ഓക്കെ ആണല്ലോ? ഇതിൽ പ്രത്യേകിച്ച് വലിയ സംശയങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. സോ ആസ്ട്രോയിഡുകളും കോമറ്റുകളും വ്യത്യസ്തമാർന്നവയാണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇത്ര വലിയ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ എന്തൊക്കെയോ ഉണ്ട്, വേണ്ട എന്ന് വെച്ച് ഓടിപ്പോവാ. പക്ഷേ ജസ്റ്റ് വായിച്ചാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്. നോക്കൂ എന്താണെന്നുള്ളത്. എ പേഴ്സൺ സ്റ്റുഡ് അലോൺ ഇൻ എ ഡെസേർട്ട് ഓൺ എ ഡാർക്ക് നൈറ്റ് ആൻഡ് വാണ്ടഡ് ടു റീച്ച് ഹിസ് വില്ലേജ് വിച്ച് വാസ് സിറ്റുവേറ്റഡ് 5 kilometers east of the point where he was standing. He had no instruments to find the direction, but he located the pole star. The most convenient way now to reach his village is to walk in the. എന്താ ചോദിക്കുന്നത്?
പറയാണ് ഒരു രാത്രി ഒരു സ്ഥലത്ത് ഒരാൾ ഡെസേർട്ടിൽ നിൽക്കുകയാണ്. അയാളുടെ വീട് 5 കിലോമീറ്റർ ഈസ്റ്റ് ആണ്. ഒരാൾ ഇവിടെ നിൽക്കുന്നു. ഓക്കെ, ഈസ്റ്റ് നമ്മൾ എപ്പോഴും എവിടെയാ? വലതുവശത്താ ചെയ്യുക അല്ലെ? ഒരു മാപ്പിന്റെ നോർത്ത് എവിടെയാണ്? മുകളിലായിരിക്കും. അപ്പൊ വെസ്റ്റ് ഇവിടെയാണ്, സൗത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? ഇയാളുടെ താഴെ. ഇങ്ങനെയാണ് നമ്മളൊരു മാപ്പ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? രേഖപ്പെടുത്തുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. നോർത്താണ് മുകളിൽ, അങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്താറുള്ളത്. ഇനി പറയുന്നു ഇയാളുടെ വീട് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ഈസ്റ്റ് ആണ് എന്ന് പറയുന്നു. 5 കിലോമീറ്റർ ഈസ്റ്റേൺ ഡയറക്ഷനിലാണ് അയാളുടെ വീട് എന്നും പറയുന്നു. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇയാളുടെ ഹൗസ്. ഓക്കെ ആണല്ലോ. ഇനി പറയുന്നു ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാൾക്ക് കയ്യിൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. പക്ഷെ ഇയാൾ എന്ത് കണ്ടെത്തി? ഇയാള് പോൾ സ്റ്റാറിനെ കണ്ടുപിടിച്ചു. ഇനി ഇയാൾ എങ്ങോട്ട് നടക്കണം എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ ഓപ്ഷൻസ്? ഡയറക്ഷൻ ഫേസിങ് ദ പോൾ സ്റ്റാർ. പോൾ സ്റ്റാർ മുന്നിൽ വരുന്ന പോലെ പോൾ സ്റ്റാറിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഡയറക്ഷൻ ഫേസിങ്, പോൾ സ്റ്റാറിനെ ഫേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ നടക്കുക? അതായത് പോൾ സ്റ്റാറിന് അതേ ഡയറക്ഷനിൽ നടക്കുക. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ദ പോൾ സ്റ്റാർ ഇവിടെയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നടക്കുക. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഡയറക്ഷൻ കീപ്പിംഗ് ദ പോൾ സ്റ്റാർ ടു ഹിസ് ലെഫ്റ്റ്. ഇയാൾ ഇങ്ങോട്ട് നടക്കുക, അതായത് പോൾ സ്റ്റാർ അയാളുടെ എവിടെ വരണം? ലെഫ്റ്റ് സൈഡ് വരണം. ഡയറക്ഷൻ കീപ്പിംഗ് ദ പോൾ സ്റ്റാർ ടു ഹിസ് റൈറ്റ്. ഇയാൾ ഇങ്ങോട്ട് നടക്കുക, പോൾ സ്റ്റാർ എവിടെ വരണം? അയാളുടെ റൈറ്റിൽ വരണം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവില്ല കൃത്യമായിട്ട്? ഇങ്ങനെ ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മുടെ അവിടെ എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? പോൾ സ്റ്റാർ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പോൾ സ്റ്റാർ ഏത് ഡയറക്ഷനിലാണ് പോൾ സ്റ്റാർ ഉദിക്കുക എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എവിടെയാ ഉദിക്കുക? നോർത്തിലല്ലേ പോൾ സ്റ്റാർ കാണുക? പണ്ട് മുതലേ നാവികന്മാരെയും മറ്റും സഹായിച്ചിരുന്ന ഒരാളല്ലേ പോൾ സ്റ്റാർ. അത് നമ്മളുടെ കൺസെപ്റ്റ് എന്താണ്? ധ്രുവൻ എന്നാണ് പറയുക അല്ലെ? ധ്രുവ നക്ഷത്രം എന്നാണ് വിളിക്കാറുള്ളത്. ധ്രുവൻ പണ്ടൊരു ആളെ തപസ് ചെയ്തു എന്നും ലോർഡ് വിഷ്ണു ഇയാൾക്ക് എന്താണ് ഒരു വരം കൊടുത്തു. ഏറ്റവും എന്താ പറയുക, തിളങ്ങി നിൽക്കുന്ന ഒരാളായിട്ട് നീ മാറും ആകാശത്തിൽ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഫസ്റ്റ് ടു റൈസ്, ഏറ്റവും ആദ്യം ഉദിക്കുന്ന നക്ഷത്രം നീ ആയിരിക്കും ആകാശത്തിൽ എന്ന് പറഞ്ഞ് ആ ധ്രുവന് ഒരു വരം കൊടുത്തു എന്നൊക്കെ പറയുന്നത്. ഫസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ബ്രൈറ്റസ്റ്റ് എന്നീ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആകാശത്തുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ അതിന്റെ ഇതാണ് പറഞ്ഞത്, എന്താ പറയുക, അതിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് കൃത്യമായിട്ട് ആലോചിക്കുക. അപ്പം ഈ രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് ഈ ഒരു പോൾ സ്റ്റാർ എന്ന് പറയുന്നത് വളരെയധികം എന്താണ്? ഫേമസ് ആണ്. മനസ്സിലാവുന്ന? വളരെയധികം എന്താണ്? ഫേമസ് ആണ് എന്ന് കാര്യം ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. ശരി, അപ്പൊ ദിസ് ഈസ് കൈൻഡ് ഓഫ് എ ബിഗ്ഗസ്റ്റ് ഓഫ് എന്താ പറയുന്നത്? ഈ സ്കൈയിൽ നമ്മൾ കാണുന്നതിൽ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് ദ സ്റ്റാർസ് ആണ്. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അതുപോലെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റാർ ടു റൈസ് ആൻഡ് ആഫ്റ്റർ ദ സൺസെറ്റ്. അതുകൂടി എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അപ്പൊ നോർത്തേൺ ഡയറക്ഷനിലാണ് പോൾ സ്റ്റാർ എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇയാൾ എവിടെ കണ്ടിട്ടുണ്ടാവുക? നോർത്തിലാണ് പോൾ സ്റ്റാറിനെ ഇയാൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഈസ്റ്റിലാണ് അയാളുടെ വീട്. അപ്പൊ എങ്ങനെ നടക്കണം? ഇയാൾ ഇവിടേക്ക് നടക്കണം. അപ്പൊ പോൾ സ്റ്റാറിനെ ഏത് സൈഡിലേക്കാക്കി നടക്കണം? ഇയാൾ ഇങ്ങോട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ പോൾ സ്റ്റാർ അയാളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക അല്ലെ? പോൾ സ്റ്റാർ അയാളുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ പോൾ സ്റ്റാറിനെ ലെഫ്റ്റ് സൈഡിലാക്കിക്കൊണ്ട് അയാൾ നടന്നാൽ അയാൾ ഈസ്റ്റേൺ ഡയറക്ഷനിൽ പോയിട്ട് വീട്ടിലെത്തും. കൃത്യമല്ലേ? സംശയങ്ങളില്ലല്ലോ? ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. സോ ഇവിടെ എന്ത് വന്നിരിക്കുന്നു? ഉത്തരം ഏതാണ്? ഡയറക്ഷൻ കീപ്പിംഗ് പോൾ സ്റ്റാർ ടു ഹിസ് ലെഫ്റ്റ്. സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ അല്ലേ? വലിയൊരു ചോദ്യമായിട്ട് തന്നു. പക്ഷെ ജസ്റ്റ് എന്താ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് വടക്കാണ്, നോർത്ത് ഡയറക്ഷനിലാണ് പോൾ സ്റ്റാർ വരിക എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? അവര് ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിച്ച് ഗാലക്സി, ഏതാണ്? വിച്ച് ഗാലക്സി ഈസ് ദ നിയറസ്റ്റ് ടു ദ മിൽക്കി വേ? ദ നിയറസ്റ്റ് ഗാലക്സി ടു ദ മിൽക്കി വേ ഏതാണ്? ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. ഏതാണ്? ആൻഡ്രോമിഡ ഗാലക്സി. അതായത് ഈ കൺസെപ്റ്റുകളെല്ലാം കൂടി ചേർത്തിട്ട് ചിലപ്പോൾ ഒരു ചോദ്യമോ മറ്റോ പല സ്റ്റേറ്റ്മെന്റുകളായിട്ട് വന്നാൽ നിങ്ങളത് എഴുതണം എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തതാണ്? ഒരു ക്വിക്ക് ഡിസ്കഷൻ ആയിട്ട് ഈ ആഴ്ച നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിന് കുറേ സമയം നിങ്ങൾ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്തതാണ്? നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടി തന്നതാണ്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏത് രീതിയിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും? കുറച്ച് അധികം ഡേറ്റ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അടുത്ത ആഴ്ച മുതൽ പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയുക ജിയോഗ്രഫിക്കൽ കൺസെപ്റ്റുകളിലേക്ക് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? അടുത്ത ആഴ്ച മുതൽ ക്ലാസ്സുകൾ സ്റ്റഡി പ്ലാൻ കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പൊ ആൻഡ്രോമിഡ ഗാലക്സി ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. എത്ര ദൂരെയാണ് ആൻഡ്രോമിഡ ഗാലക്സി? 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് എവേ ആണ് ആര് കിടക്കുന്നത്? ആൻഡ്രോമിഡ ഗാലക്സി നമ്മുടെ കിടക്കുന്നത്. ഇത് ഏത് പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് അറിയപ്പെടുന്നത് മെസ്സിയർ 31 എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മളുടെ ഈ ഗാലക്സി സിസ്റ്റം ഉണ്ട്, അതായത് നമ്മളുടെ ആകാശഗംഗയും ആൻഡ്രോമിഡയും അതുപോലെ തന്നെ ട്രയാങ്കുലം, ഈ ട്രയാങ്കുലം എന്നൊക്കെ പറഞ്ഞില്ല, ഈ ട്രയാങ്കുലം ഗാലക്സിയും അതുപോലെ തന്നെ വേറെ കുറെ കുഞ്ഞു വേറെ ഗാലക്സികൾ കൂടുന്ന ഒരു ഗാലക്സി ഗ്രൂപ്പ് ഉണ്ട് നമ്മളുടെ അടുത്ത്. പിന്നെ അടുത്ത ഗാലക്സി ഗ്രൂപ്പ് കുറച്ച് ദൂരെയാണ് തുടങ്ങുന്നത്. ഇതിലെ ഏറ്റവും വലിയ ഗാലക്സിയാണ് ആരെന്ന് പറയുന്നത്? ആൻഡ്രോമിഡ ഗാലക്സി എന്ന് പറയുന്നത്. അതായത്
ചന്ദ്രൻ ഉദിക്കാത്ത ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെറിയൊരു പൊട്ട് പോലെ ആൻഡ്രോമിഡ ഗാലക്സിയെ മൂൺലെസ് നൈറ്റുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേക്കഡ് ഐ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂൺലെസ് ആയിട്ടുള്ള നൈറ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ്രോമിഡ ഗാലക്സിനെ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഓൾസോ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഈ ആൻഡ്രോമിഡ ഗാലക്സി നമ്മളുടെ മിൽക്കി വേ ഗാലക്സിയിലേക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതാണ്ട് 110 km/s. വലിയ സ്പീഡാണ്. 110 km/h. കാറിൽ നിങ്ങൾ 110 km/h കാറിൽ പോകുമ്പോൾ തന്നെ അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് അറിയാലോ. 110 km/s സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആൻഡ്രോമിഡ ഗാലക്സി മിൽക്കി വേയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം പോയി കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾക്ക് അപ്പുറം എന്ത് സംഭവിക്കുന്നതായിരിക്കും? നമ്മുടെ ഈ രണ്ട് ഗാലക്സികളും കൂടി കൊളൈഡ് ചെയ്യുന്നതായിരിക്കും. രണ്ടും കൂടി കൂട്ടി ഇടിക്കുന്നതായിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? അതൊക്കെ വലിയ അല്ലാത്തൊരു പ്രതിഭാസമായിരിക്കും. പക്ഷെ അതൊക്കെ എന്തായിരിക്കും? അതൊക്കെ ആ സമയത്ത് നമ്മളൊന്നും ഇവിടെ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ആലോചിക്കുക. ഓൾസോ ആൻഡ്രോമിഡ ഗാലക്സി ഈസ് എ സ്പൈറൽ ഗാലക്സി എന്ന കാര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. നമ്മളുടെ മിൽക്കി വേനെ പോലെ തന്നെ ആൻഡ്രോമിഡയും ഒരു സ്പൈറൽ ഗാലക്സിയാണ് എന്ന കാര്യവും ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ദ സ്റ്റാർസ് ആർ മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ്. എളുപ്പം ക്വസ്റ്റൻ അല്ലേ? എന്താണ്? ഹൈഡ്രജനും ഹീലിയം അല്ലേ? ഹൈഡ്രജൻ എന്ത് ചെയ്യുകയാണ്? ഹൈഡ്രജൻ രണ്ടെണ്ണം ചേർന്നിട്ട് ഹീലിയം ആകുന്ന ഫ്യൂഷൻ പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർസിന്റെ കോറിൽ എന്ത് ചെയ്യുന്നത്? എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ? ഏതാണ്ട് 1,000,000 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നെബുലായിക് ഫോർമേഷൻ പറഞ്ഞിട്ടില്ല, ഈ നെബുല എന്ത് ചെയ്യാണ്? കൊളാപ്സ് ആയി തുടങ്ങും അല്ലെ? എന്നിട്ടൊരു കോർ ഉണ്ടാവും. ഈ കോറ് എല്ലാം കൂട്ടിയിടിച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസും എല്ലാം കൂട്ടിയിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ഇവിടെ ഒരു 1,000,000 ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ രണ്ടും കൂടി ചേർന്നിട്ട് ഹീലിയം ആകുന്ന ഫ്യൂഷൻ പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത് അല്ലെ? ഫ്യൂഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഇതുകൂടി ആലോചിച്ച് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബവ് ഈസ് ഓർ ആർ കറക്റ്റ്? എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നോക്കുക നമുക്ക്. വീനസ് ഈസ് ദ ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. ശരിയല്ലേ? തീർച്ചയായും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് അല്ലേ? ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് നമ്മൾ എന്താണ്? ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്ന ഒരാൾ ആരാണ്? വീനസ് ആണ് അല്ലെ? സ്റ്റാർസിന്റെ കാര്യമല്ല ചോദിക്കുന്നത്, ഒബ്ജക്ട് എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് വീനസ് എന്താണ്? ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ആളുമാണ്, ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ആളുമാണ്. എന്തുകൊണ്ടാണ് ഈ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ആളാവുന്നത്? അതിന്റെ അറ്റ്മോസ്ഫിയറിൽ മോർ ദാൻ 95% എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മളുടെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? 0.03% ഉള്ളൂ. എന്നിട്ട് ഇതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മളുടെ നാട്ടിൽ ചൂട് കൂടും നിങ്ങൾക്കറിയാം. അപ്പൊ 95% അറ്റ്മോസ്ഫിയർ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള സ്ഥലത്തിന്റെ ചൂട് എന്തായിരിക്കും? അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്? യെല്ലോ പ്ലാനറ്റ് എന്ന പേരിൽ കൂടി വീനസ് അറിയപ്പെടുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാ? കാരണം അവിടെ സൾഫ്യൂരിക് ആസിഡ് ക്ലൗഡുകളാണ് അവിടെ കാണാൻ പറ്റുന്നത്. സൾഫ്യൂരിക് ആസിഡ് ക്ലൗഡുകളാണ് അതിന്റെ ആകാശത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? അത് യെല്ലോ കളറിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കൊരു റിഫ്ലക്ഷൻ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ഇതും ഒരു കാരണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾസോ വീനസ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? ലൂസിഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് അല്ലെ? മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അപ്പം ഇതെല്ലാം എന്ത് ചെയ്യുക കൂട്ടുകാർ? ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് ഏതാ? The United States of America is the only nation to land spacecraft on the surface of the Venus. ഇത് പക്ഷേ എന്താണ്? ഇത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം എന്താ? സോവിയറ്റ് യൂണിയൻ ഇതിലൊരു കൺഫ്യൂസിങ്. ഇത് ശരിക്കും ആക്ച്വലി ഈ സ്റ്റേറ്റ്മെന്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ എന്ത് ചെയ്തിട്ടുണ്ട്? സോവിയറ്റ് യൂണിയൻ ഒരു എന്താ പറയുന്നത്? ഒരു മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? വെനേറ 7 എന്ന് വെച്ചിട്ടുള്ള ഒരു മിഷൻ അവിടെ പോയി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് സോഫ്റ്റ് ലാൻഡിങ് പോലൊക്കെ തന്നെ ആയിരുന്നു. ദ ഇഷ്യൂ ഇസ് ദാറ്റ് അതിന്റെ പാരച്യൂട്ട് ഇത്തിരി ഇഷ്യൂ ആയിട്ട് വിചാരിച്ച പോലെ കറക്റ്റ് ലാൻഡിങ് വന്നില്ല. പക്ഷെ വെനീറ 7 എന്ത് ചെയ്തിട്ടുണ്ട്? വീനസിന്റെ സർഫേസിൽ നിന്ന് ഇൻഫർമേഷൻ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യമായി മറ്റൊരു എന്താ പറയുക പ്ലാനറ്റിന്റെ വെളിയിൽ പോയിട്ട് സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇൻഫർമേഷൻ അയച്ചതായിരുന്നു അത്. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം പക്ഷെ US എന്ത് ചെയ്തിട്ടുണ്ട്? USും ഇതേപോലെ ഒരു പയനിയർ മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? വീനസിലേക്ക് ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ US മാത്രമല്ല USSR കൂടി ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇഷ്യൂ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള ലാൻഡിങ് ആയിട്ട് ചിലരെടുക്കും,
ചിലരെടുക്കില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഇത്തിരി കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഓപ്ഷനിൽ ബോത്ത് 1 and 2 ആർ കറക്റ്റ് എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ 1 ഓൺലി എന്നതും എന്താവാം, ചില രീതികളിൽ ആവാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്താണ്, ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ പെട്ടെന്ന് കണ്ടിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് ഫർദർ അനാലിസിസിൽ നമുക്ക് മനസ്സിലായതായിരുന്നു. അപ്പോൾ അതൊന്ന് ആലോചിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ നിയറസ്റ്റ് സ്റ്റാർ ടു അവർ സോളാർ സിസ്റ്റം? ഏതാണ് വിച്ച് ഈസ് ദ നിയറസ്റ്റ് സ്റ്റാർ ടു അവർ സോളാർ സിസ്റ്റം? ഏതാണെന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത്? ആൻസർ ഏത് തന്നെയാണ്, പ്രോക്സിമ സെഞ്ചുറി. പ്രോക്സിമ സെഞ്ചുറി. പലരും ചോദിക്കാറുണ്ട് ആൽഫ സെഞ്ചുറി അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇത് എൻ്റെ ഉത്തരം എന്താ അറിയോ? പ്രോക്സിമ സെഞ്ചുറി ഈസ് എ സ്റ്റാർ. പ്രോക്സിമ സെഞ്ചുറി ഈസ് എ സ്റ്റാർ ഇൻ ദ ആൽഫ സെഞ്ചുറി സിസ്റ്റം. അതായത് ആൽഫ സെഞ്ചുറിയുടെ ഒരു AB എന്ന് പറയുന്ന ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റം ഉണ്ട്. ഇതും പ്രോക്സിമ സെഞ്ചുറിയും കൂടിയിട്ടുള്ളത് ഒരൊറ്റ സ്റ്റാർ സിസ്റ്റം എന്ന തലത്തിൽ നമ്മൾ കണക്കാക്കണം. ആൽഫ സെഞ്ചുറി സിസ്റ്റത്തിനെ ആൽഫ സെഞ്ചുറി സ്റ്റാർ സിസ്റ്റം എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറിയും ആൽഫ സെഞ്ചുറി AB എന്ന് പറയുന്ന 2 സ്റ്റാറുകളും കൂടിച്ചേരുന്ന, ഇവ 3ഉം കൂടി ചേരുന്നതാണ് ആൽഫ സെഞ്ചുറി സ്റ്റാർ സിസ്റ്റം. അതുകൊണ്ടാണ് പലപ്പോഴും കൂട്ടുകാർക്ക് ഡൗട്ട് വരുന്നത്. പക്ഷെ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് പ്രോക്സിമ സെഞ്ചുറിയാണ് എർത്തിൽ നിന്ന് അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ നിന്ന് ആദ്യം വരുന്ന ആള്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സോ പ്രോക്സിമ, പ്രോക്സിമിറ്റി അല്ലെ, പ്രോക്സിമ എന്ന വാക്ക് വരച്ചു. പ്രോക്സിമ എന്നതിൻ്റെ അർത്ഥം തന്നെ എന്താണ്, നിയർ ബൈ എന്നുള്ളത്. ഒരു ലാറ്റിൻ എറ്റിമോളജി ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ പണ്ട് വായിച്ച ഓർമ്മയിൽ ലാറ്റിൻ എറ്റിമോളജിയാണ്, ലാറ്റിൻ വേർഡ് ആണെന്നാണ്. അപ്പോൾ ലാറ്റിൻ അർത്ഥപ്രകാരം എന്താണ്, നിയറസ്റ്റ് എന്നുള്ളൊരു അർത്ഥമാണ്. നമ്മൾ പറയില്ലേ പ്രോക്സിമിറ്റി, അടുത്താണ് എന്നല്ല, പ്രോക്സിമിറ്റി എത്രത്തോളമാണ് ചോദിക്കില്ലേ, അടുത്താണോ അല്ലയോ ചോദിക്കുക. അപ്പോൾ നിയർ ബൈ എന്നുള്ള അർത്ഥം കൂടി പ്രോക്സിമയ്ക്ക് ഉണ്ട് അത്ര. അപ്പോൾ പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഏതാണ്, അടുത്തുള്ള സ്റ്റാർ. സോ പ്രോക്സിമ സെഞ്ചുറിയാണ് അടുത്തുള്ള ആള്. പ്രോക്സിമിറ്റി എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആൽഫ സെഞ്ചുറിയാണ് അത് കഴിഞ്ഞ് വരുന്നത്. അത് ഒരു ഡബിൾ സ്റ്റാർ ബൈനറി സിസ്റ്റമാണ്. മൊത്തത്തിൽ 3 പേരടങ്ങുന്ന ഒരു സിസ്റ്റമാണ്. ആൽഫ സെഞ്ചുറി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രോക്സിമ സെഞ്ചുറി ഉള്ളത്. പ്രോക്സിമ സെഞ്ചുറിയാണ് പക്ഷേ എർത്തിന്റെ ഏറ്റവും അടുത്ത് വരുന്നത്. കൃത്യമാണല്ലോ? ഇതിൽ സംശയങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്. ജോർജ് ലെമേറ്റർ ഈസ് അസോസിയേറ്റഡ് വിത്ത്, ഏതാണ്? നമുക്കറിയാം ബിഗ് ബാങ് തിയറി അല്ലെ. ബിഗ് ബാങ് തിയറി ഏതാണ്ട് 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു, ഒരു പോയിന്റിലാണ് മൊത്തം പ്രപഞ്ചം ഉണ്ടായിരുന്നത് എന്നും ഇൻഫിനിറ്റ് ഡെൻസിറ്റി ഉള്ള, ഇൻഫിനിറ്റ് പ്രഷറുള്ള, ഇൻഫിനിറ്റ് ടെമ്പറേച്ചറുള്ള ഒരു വല്ലാത്ത സ്റ്റേജ്, എല്ലാം നമുക്ക് ഇന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സകല ലോകളും എന്താണ്, കൊളാപ്സ് ആകുന്ന ഒരു പോയിന്റിൽ നിന്നും ഇത് അങ്ങ് എക്സ്പാൻഡ് ആവുകയാണ്. ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ എക്സ്പാൻഡ് ആയി എന്നും ആ പൊട്ടിത്തെറിയെ ബിഗ് ബാങ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, വിളിക്കാറുള്ളത്. അവിടെ നിന്നാണ് എക്സ്പാൻഡ് ചെയ്തത്. ഇതിന് പല തെളിവുകളുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഹബിൾ 1920കളിൽ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹബിൾ എന്താണ്, ഇത് നിരീക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് തെളിയിക്കുന്നുണ്ട് ഒബ്സർവേഷനിലൂടെ. എന്നിട്ട് അദ്ദേഹത്തിന് ഹബിൾ ഒരു ലോ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഭൂമിയിൽ നിന്ന് ദൂരം കൂടുതൽ ഒരു എന്താ പറയുന്നത്, ഒരു ഗാലക്സി ഇവിടെയാണെന്ന് വിചാരിക്കൂ, നിങ്ങൾ ഒരു ഗാലക്സി ഇവിടെയാണെന്ന് വിചാരിക്കൂ, ഒരു ഗാലക്സി ഇവിടെയുമാണെന്ന് വിചാരിക്കൂ. ഈ ഗാലക്സി ആയിരിക്കും, ദൂരെയുള്ള ഗാലക്സി ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഹയർ സ്പീഡിൽ V2ഉം V1ഉം ഇതിൻ്റെ അകന്നു പോകുന്ന സ്പീഡ് എടുക്കുകയാണെങ്കിൽ V2 ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഗാലക്സികൾ ദൂരേക്കാകും തോറും, ഭൂമിയിൽ നിന്ന് ഗാലക്സികൾ ദൂരെയാകും തോറും അവ നമ്മിൽ നിന്ന് അകന്നു പോകുന്ന ദൂരവും അകന്നു പോകുന്ന സ്പീഡും കൂടുതലായിരിക്കും. സോ V2 വിൽ ബി ഗ്രേറ്റർ ദാൻ V1. ഇവിടെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ഹബിൾസ് ലോ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എർത്തിൽ നിന്ന് ഫർദർ ദ ഗാലക്സി ഈസ് ദ ഹയർ ദ സ്പീഡ് വിത്ത് വിച്ച് ഇറ്റ് ഈസ് ഗോയിങ് അവേ. ഇറ്റ് ഈസ് ഗോയിങ് അവേ ഫ്രം ദ എർത്ത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതായിരുന്നു ഹബിൾ ഉണ്ടല്ലോ. അപ്പോൾ ഹബിൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നുണ്ട്. ഓൾസോ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന സമയത്ത് യൂണിവേഴ്സ് ഈസ് എന്താണ്, കൂളിംഗ് ഡൗൺ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ടെമ്പറേച്ചർ എന്താണ്, ജനറൽ ആയിട്ടുള്ള യൂണിവേഴ്സിന്റെ, അതായത് ഇവയൊക്കെ അകന്നകന്ന് പോവുകയാണല്ലോ, പരസ്പരം ഇവ എന്താണ് അകന്നു പോകുന്നത്, ഗാലക്സിയുടെ ഇടയിലുള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവ മൊത്തം കൂൾ ഡൗൺ കൂടി ആവുകയാണ്. അപ്പോൾ അതും എന്തിനെയാണ് തന്നെ സൂചിപ്പിക്കുന്നത്, എക്സ്പാൻഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇതെന്താ ഹൈ ടെമ്പറേച്ചറിലായിരുന്നില്ലേ, അവിടുന്ന് പൊട്ടിത്തെറിച്ചിങ്ങനെ എക്സ്പാൻഡ് ആവുന്നതുകൊണ്ട് എന്താണ്, അതുകൊണ്ടാണ് ടെമ്പറേച്ചർ എന്താണ് ജനറൽ ആയിട്ട് കുറയുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ബിഗ് ബാങ് തിയറി ആദ്യമായിട്ട് നമുക്കിവിടെ മുന്നോട്ട് പറയുകയും അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് ജോർജ് ലെമേറ്റർ ആയിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. നോക്കൂ, മാർസ് ഈസ് ഓൾസോ നോൺ ആസ് റെഡ് പ്ലാനറ്റ്. ആണോ? തീർച്ചയായിട്ടും അല്ലെ. റെഡ് പ്ലാനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ്. റെഡ് സ്പോട്ട് ഉള്ള പ്ലാനറ്റ് ഏതാ? രണ്ടും തമ്മിൽ മാറിപ്പോരുത്. അത് ജുപ്പിറ്റർ ആണ്.
അല്ലെ? അതാരാണ്? അത് ജുപ്പിറ്റർ ആണ്. റെഡ് സ്പോട്ട് ഉള്ള പ്ലാനറ്റ്, റെഡ് പ്ലാനറ്റ് മാർസ് ആണ് അല്ലെ? ഫെറിക് ഓക്സൈഡിന്റെ സാന്നിധ്യം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി പ്ലാനറ്റ് മെർക്കുറി ഈസ് ദ ക്ലോസസ്റ്റ് ടു ദ സൺ. ശരിയല്ലേ? ബേസിക് കാര്യമാണ്. പ്ലാനറ്റ് ജുപ്പിറ്റർ ഹാസ് മാക്സിമം സാറ്റലൈറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. ശരിയാണോ? ചിലപ്പോൾ ശരിയാണെന്ന് വിചാരിക്കും, കാരണം ജുപ്പിറ്റർ ആണല്ലോ ഏറ്റവും വലുത്. പിന്നെ കുറച്ച് കാലം മുമ്പ് അങ്ങനെ ആയിരിക്കുകയും ആയിരുന്നു. പക്ഷേ ഈ അടുത്ത് കുറെ അധികം എന്താ പറയുന്നത് സാറ്റലൈറ്റുകളെ കണ്ടുകിട്ടിക്കൊണ്ട് 146 സാറ്റലൈറ്റുകളുമായിട്ട് സാറ്റേണിനാണ് ഇപ്പോൾ എന്തുള്ളത്? ഏറ്റവും അധികം നാച്ചുറൽ സാറ്റലൈറ്റുകളുള്ളത്. സോ സി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡി നോക്കൂ, പ്ലാനറ്റ് വീനസ് ഹാസ് നോ നാച്ചുറൽ സാറ്റലൈറ്റ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മെർക്കുറിക്കും വീനസിനും നാച്ചുറൽ സാറ്റലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ല. എർത്ത് മുതലാണ് എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് സാറ്റലൈറ്റുകൾ തുടങ്ങുന്നത്. മാർസിന് എത്ര ആളുകളുണ്ട്? മാർസിന് 2 സാറ്റലൈറ്റുകളാണ് ഉള്ളത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കൃത്യമായിട്ട് ആലോചിക്കാൻ ശ്രദ്ധിക്കുക. സോ ഈ സ്റ്റേറ്റ്മെന്റിലെ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വിച്ച് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ യൂണിവേഴ്സ്. നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? ഏതാണ്? ഹൈഡ്രജൻ, ക്ഷമിക്കണം, ഹീലിയം ആണ് അല്ലെ? ഹൈഡ്രജൻ ഏതാണ്ട് 70% എന്താണ്? സൂര്യന്റെ അതേ പെർസെൻറ്റേജ് ആണ്. 70% ഹൈഡ്രജൻ ആണ് അല്ലെ? സൂര്യൻ എങ്ങനെ ഉണ്ടാവുന്നത്? ഈ നെബുലായിക് എന്താ പറയുക കൊളാപ്സിലൂടെയാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ അറൗണ്ട് ഏതാണ്? ഒരു 28% ആര് വരുന്നുണ്ട്? ഹീലിയമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇതിന്റെ പെർസെൻറ്റേജിൽ പലതും എന്താണ്? ആദ്യം പ്രപഞ്ചം ഉണ്ടായ സമയത്ത് എന്താണ്? അത് അവിടെ മുതലുള്ള കാര്യങ്ങളുണ്ട്. അതിന് പുറമെ എന്തുണ്ട്? ഇവ സൂര്യനിൽ നിന്ന് ഉണ്ടാവുന്ന രീതിയിൽ എന്തുണ്ട്? ഹീലിയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ പല രീതിയിലുള്ള സോഴ്സിൽ നിന്നാണ് ഹീലിയം എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. സോ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് എന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ഹീലിയം തന്നെയാണ് എന്ന കാര്യം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബവ് ഈസ് ദ കറക്റ്റ് വൺ എന്നാണ് ചോദിക്കുന്നത്. ദ ഷേപ്പ് ഓഫ് മിൽക്കി വേ ഈസ് സ്പൈറൽ. ശരിയാണോ? തീർച്ചയായും അല്ലേ? നമ്മളുടെ ഇങ്ങനെ സ്പൈറലായിട്ടാണ് മിൽക്കി വേ കിടക്കുന്നത്. അതിൽ ഒരു സ്പൈറലിന്റെ ഇന്നർ ഹാൻഡിലിന്റെ ഇവിടെയോ മറ്റേ ആയിട്ട്, ഇത്ര ഉള്ളിലാണോ അറിയില്ല, ഇവിടെയോ മറ്റേ ആയിട്ടാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. ശരിയായിട്ടുള്ള കാര്യമാണ്. ദ നിയറസ്റ്റ് സ്പൈറൽ ഗാലക്സി ടു മിൽക്കി വേ ഈസ് ആൻഡ്രോമിഡ ഗാലക്സി. അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു അയ്യോ ആണോ, നിയറസ്റ്റ് സ്പൈറൽ ഗാലക്സി ആണോ എന്നൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ഓൾറെഡി ആൻഡ്രോമിഡ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ആൻഡ്രോമിഡ എന്താണ്? സ്പൈറൽ ഗാലക്സി ആണെന്ന് പറഞ്ഞു. ഇനി നിയറസ്റ്റ് ഗാലക്സി ഏതാ? ആൻഡ്രോമിഡ ആണല്ലോ. അപ്പോൾ നിയറസ്റ്റ് സ്പൈറൽ ഗാലക്സിയും ആൻഡ്രോമിഡ തന്നെയല്ലേ? അപ്പോൾ ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1ഉം 2ഉം ശരിയാണ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ അല്ലേ? ഇനി എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ഏതാണ്? എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് ക്ഷമിക്കണം, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് വിച്ച് ഹാസ് എ റെക്കഗ്നൈസബിൾ ഷേപ്പ്. കൃത്യമായ ഒരു ആകൃതി, ഷേപ്പ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ നമ്മൾ വിളിക്കുന്ന പേരേത്? എളുപ്പമല്ലേ? കോൺസ്റ്റലേഷൻ. ഏതാണ്? കോൺസ്റ്റലേഷൻ. കോൺസ്റ്റലേഷൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ ഇപ്പോൾ പോൾ സ്റ്റാറിനെ കുറിച്ച് പഠിച്ചില്ലേ? പോൾ സ്റ്റാറിനെ ഇംഗ്ലീഷിൽ എന്തെന്ന് പറയും? പോളാരിസ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ? പോളാരിസ്. ഈ പോളാരിസ് എന്താണ്? ഈ പോളാരിസ് എന്ന് പറഞ്ഞ സ്റ്റാർ എന്താണ്? ഒരു കോൺസ്റ്റലേഷന്റെ ഭാഗമാണ്. ലിറ്റിൽ ഡിപ്പർ എന്ന് പറയും. ലിറ്റിൽ ഡിപ്പർ അല്ലെങ്കിൽ എന്താ പറയുന്നത്? ഉർസ മൈനർ എന്നൊക്കെ പറയും. നിങ്ങൾ എന്താ നമ്മളുടെ സപ്തർഷി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ പോളാരിസ് എന്താ ഇങ്ങനെ തുടങ്ങും, പിന്നെ എന്ത് ചെയ്യും? അടുത്ത ഒരു സ്റ്റാർ ഇവിടെ ആയിരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇപ്പുറത്ത് ഒരു സ്റ്റാർ വരും, പിന്നെ കുറച്ച് ഇങ്ങോട്ട് എന്താണ് ഒരു സ്റ്റാർ വരും. അതിനുശേഷം എന്താണ്? ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ, ഇവിടെ ഒരു സ്റ്റാർ. ഈ ഷേപ്പിൽ എന്താണ്? ഞാൻ വരച്ചിത്തിരി അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും പറയണം. ഇതിൽ ഈ അറ്റത്ത് ടെയിൽ എൻഡിലുള്ള ആളാണ് ഇത് നമ്മൾ പോൾ സ്റ്റാർ, ധ്രുവ നക്ഷത്രം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിനെ എന്താണ്? ലിറ്റിൽ ഡിപ്പർ അല്ലെങ്കിൽ ഉർസ മൈനർ എന്ന പേരിലുണ്ട്. അതുപോലെ തന്നെ ഉർസ മേജർ ഉണ്ട്, അതാണ് ബിഗ് ഡിപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഗ്രേറ്റ് ബെയർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗ്രേറ്റ് ബെയർ എന്ന പേര് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതാണ് ഏത്? ഉർസ മേജർ. ഉർസ മേജർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹണ്ടർ, വേട്ടക്കാരൻ, ദ ഹണ്ടർ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഹണ്ടർ അല്ലെങ്കിൽ എന്താണ്? ഓറിയോൺ എന്ന പേരുണ്ട്. ഈ ഓറിയോണിന്റെ ബെൽറ്റ് നമ്മൾ ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്ന 3 നക്ഷത്രങ്ങളാണ്. അത് നേരെ വരച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആയിട്ടുള്ള സിറിയസിനെ കിട്ടും നമുക്ക്. ഏതിനെ കിട്ടും? ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ആയിട്ടുള്ള സിറിയസിനെ നമുക്ക് കിട്ടും. ഈ ഏതാണ്? ഈ ഹണ്ടറിന്റെ ബെൽറ്റ് എന്താണ്? നേരിട്ട് നമ്മൾ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ. മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അതൊന്ന് ആലോചിക്കാനായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഫൈനലി, ഹു പ്രപ്പോസ്ഡ് ദ ഫസ്റ്റ് ഹീലിയോസെൻട്രിക് മോഡൽ ഓഫ് സോളാർ സിസ്റ്റം? എന്താണ് ഹീലിയോസെൻട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സൂര്യനാണ് നടുവിൽ എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു സിസ്റ്റം ആരാണ് കണ്ടുപിടിച്ചത് എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. ആരാണ് ഈ സിസ്റ്റം കണ്ടുപിടിക്കുന്നത്? ഈ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്നത് നിക്കോളാസ് കോപ്പർ, ഒരു പോളിഷ് സയന്റിസ്റ്റ്, പോളിഷ് ശാസ്ത്രജ്ഞനായിട്ടുണ്ടായിരുന്ന
നിക്കോളസ് കോപ്പർനിക്കസ് ആണിത്. അതായത് അതുവരെ ടോളമി ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജിയോ സെൻട്രിക് ആണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഭൂമി നടുവിലുണ്ട് എന്നും സൂര്യനും ചന്ദ്രനും ബാക്കിയുള്ള ആളുകളും എല്ലാം എന്ത് ചെയ്യുകയാണ്? ഭൂമിയെ ഇങ്ങനെ എന്താണ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയല്ല ആ കാര്യമെന്നും ഹീലിയോസെൻട്രിക്, സൂര്യൻ നടുവിലും ബാക്കിയുള്ളവർ ചുറ്റുമായിട്ടുള്ള രീതിയിലാണ് എന്തെന്ന് പറയുന്നത് ശരിക്കുള്ള സിസ്റ്റം എന്നും ആദ്യമായിട്ട് പറയുകയും, കഥകൾ പലതുണ്ട്. നിക്കോളാസ് കോപ്പർനിക്കസിനെ പിന്നീട് വീട്ടുതലങ്ങളാക്കി എന്നൊരു കഥയുണ്ട്. നിക്കോളാസ് കോപ്പർനിക്കസിനോട് അത് അന്നത്തെ മതവിശ്വാസത്തിന്, ചർച്ചിന്റെ വിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു, അത് പിൻവലിക്കാൻ പറഞ്ഞു എന്നും അത് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറാകത്തോണ്ട് അദ്ദേഹത്തിന് എന്താണ് അന്ന് മതനിന്ദയ്ക്ക് കുറ്റം എന്ന് പറയുന്നത് മരണശിക്ഷയാണ്, അദ്ദേഹത്തെ ജീവനോടുകൂടി എന്താണ് ചുട്ട് കൊന്നു എന്നുള്ള രീതിയിലൊക്കെ പല പല കഥകൾ പലയിടങ്ങളിലും കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്കറിയില്ല ഏതാണ് ശരിക്കുള്ള കഥ എന്ന്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് ഈ രീതിയിലുള്ള ഹീലിയോസെൻട്രിക് എന്ന് പറയുന്ന ആദ്യത്തെ സിസ്റ്റം, മോഡൽ സിസ്റ്റം ഓഫ് സോളാർ സിസ്റ്റം മുന്നോട്ടേക്ക് വെക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ സ്റ്റഡി പ്ലാനിൻ്റെ 3rd വീക്കിലെ ആദ്യത്തെ ഭാഗത്തുള്ള ചർച്ചയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പം നടത്തിയത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് എന്തായിരിക്കും? ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടതും മാത്സുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ചർച്ചകൾ, മാത്സും പിന്നെ മെൻ്റൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷിൽ നമ്മൾ അഡ്ജക്റ്റീവുകൾ പ്രോനൗണുകളാണെന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് എറർ കറക്ഷൻ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ മാത്സിലും മെൻ്റൽ എബിലിറ്റിയിലും സീരീസുകൾ, ആൽഫബറ്റിക് സീരീസുകൾ, അതുപോലെ തന്നെ നമ്പർ സീരീസുകൾ, ഫ്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഇവയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മാത്സിലും മെൻ്റൽ എബിലിറ്റിയുമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. സോ മുഴുവൻ ആയിട്ടുള്ള ക്ലാസ് കാണാൻ നോക്കുക. അടുത്ത ആഴ്ചയിലെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ എല്ലാ ആഴ്ചയും പഠിച്ചു തീർക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? മന്ത്ലി മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാകാം, മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാകാം. നമുക്ക് 3 മാസം കൊണ്ട് നമുക്ക് കൃത്യമായി കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷൻ പക്കയായിട്ട് ചെയ്ത് അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു മീ. അടുത്ത ഫാക്കൽറ്റി ഉടനെ ചർച്ചയുമായിട്ട് വരുന്നതായിരിക്കും. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രോനൗൺസും അതുപോലെ അഡ്ജക്റ്റീവ്സുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഇതൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമുക്ക് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ റൂളാണ് ഓരോന്നിലും അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്കൊന്ന് നോക്കാം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എറർ ഉണ്ടോ. നമുക്ക് തന്നിരിക്കുന്നതിൽ യൂഷ്വലി ഈ പറയുന്ന പ്രോനൗൺസും അഡ്ജക്റ്റീവ്സും ഒക്കെ സാധാരണഗതിയിൽ നമ്മളോട് ചോദിക്കുന്നത് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ടായിരിക്കും യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നതെല്ലാം എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, I and Meera are working hard to score good marks. I and Meera are working hard to score good marks. ഇതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? നമുക്ക് ഈ ഒരു സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും എറർ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഇനി എറർ, ഇതിനകത്തൊരു എറർ ഉണ്ട്. ഐ ആൻഡ് മീര എന്നല്ല. യെസ്, ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ പ്രോനൗൺസ് നമ്മൾ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ അതിന് ഒരു ഓർഡർ ഉണ്ട്. ആൻഡ് ഈ സെന്റൻസ് ഒരു പോസിറ്റീവ് ഐഡിയ ആണ് തരുന്നത്. സോ അതുകൊണ്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്ന് പറഞ്ഞാൽ 2-3-1 റൂൾ ആണ്. 2-3-1 റൂൾ. 2-3-1 റൂൾ അനുസരിച്ച് ആദ്യം സെക്കൻഡ് പേഴ്സൺ വരും, പിന്നെ തേർഡ് പേഴ്സൺ വരും. അപ്പൊ മീര എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഐ, ഇവിടെ സെക്കൻഡ് പേഴ്സൺ ഇല്ല. സെക്കൻഡ് പേഴ്സൺ യു, യുവർ അതൊന്നും ഇല്ല. സോ അതുകൊണ്ട് ഇതിന്റെ ഓർഡർ മാറുക. അതായത് 3 കഴിഞ്ഞിട്ട് വേണം 1 വരാൻ, തേർഡ് പേഴ്സൺ കഴിഞ്ഞിട്ട് വേണം ഫസ്റ്റ് പേഴ്സൺ വരാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം. യെസ്, ഓക്കെ. Okay, so Meera and I are working hard to score good marks എന്നാണ് ഇവിടെ വരേണ്ടത് കേട്ടോ. Meera and I. Meera and I. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു. 2ൽ കൂടുതൽ പ്രോനൗൺസ് അല്ലെങ്കിൽ 1 അതിൽ കൂടുതൽ പ്രോനൗൺസ് ഒരുമിച്ച് ഒരു സെന്റൻസിൽ, 2 അതിലധികമോ പ്രോനൗൺസ് ഒരുമിച്ച് ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ എഴുതാൻ പറ്റില്ല. അവിടെ സെന്റൻസ് പോസിറ്റീവ് ഐഡിയ ആണോ നെഗറ്റീവ് ഐഡിയ ആണോ തരുന്നത് നോക്കാം. ഇവിടെ സെന്റൻസ് തരുന്നത് ഒരു പോസിറ്റീവ് ഐഡിയ ആണ്. അതുകൊണ്ട് 2-3-1 റൂൾ അപ്ലൈ ചെയ്യാം. ആദ്യം സെക്കൻഡ് പേഴ്സൺ, പിന്നെ തേർഡ് പേഴ്സൺ, ദെൻ ഫസ്റ്റ് പേഴ്സൺ. ഇവിടെ സെക്കൻഡ് പേഴ്സൺ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും എടുത്തു. നെക്സ്റ്റ് വൺ, ലെറ്റ് ദേ ഗോ. എന്ത് വരും? ലെറ്റ് ദേ ഗോ എന്ന് വരുമോ? ഇല്ല. പിന്നെയോ ലെറ്റ്
them go, let them go എന്ന് വരും. let they go അല്ല, let them go. okay, അടുത്ത this magazine is theirs. ഇവിടെ എന്താ നമ്മള് ഈ theirs അല്ലെങ്കിൽ hers, yours ഇതൊക്കെ possessive pronouns ആണ്. അപ്പൊ possessive pronoun എഴുതുമ്പോൾ അവിടെ apostrophe s വേണ്ട. നമ്മൾ പണ്ട് ഈ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ apostrophe s ഇട്ടിട്ട് നമ്മൾ എഴുതുമായിരുന്നു. അത് തെറ്റാണ്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് apostrophe s ന്റെ ആവശ്യമില്ല. ഈ possessive pronounsന്റെ പ്രത്യേകതയാണ്. നമ്മൾ പണ്ട് yours ഈ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ yours lovingly അല്ലെങ്കിൽ yours respectfully എന്നൊക്കെ പറഞ്ഞ് എഴുതുമായിരുന്നു, അല്ലെങ്കിൽ yours faithfully എന്നൊക്കെ പറഞ്ഞ് എഴുതുമായിരുന്നു. അപ്പൊ yours-ല് your apostrophe s ആയിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. അത് തെറ്റാണ്. അങ്ങനെ നമ്മൾ എഴുതില്ല. ഇപ്പൊ ഒരാളുടെ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. ഇപ്പോ രേഷ്മാസ്, രേഷ്മയുടെ എന്ന് പറയണമെങ്കിൽ രേഷ്മ apostrophe s ഇടാം നമുക്ക്. പക്ഷേ പ്രോനൗൺസ് ആണെങ്കിൽ, പ്രത്യേകിച്ച് പൊസസീവ് പ്രോനൗൺസിന്റെ കൂടെ നമുക്ക് apostrophe s ഇടാൻ പറ്റില്ല. അപ്പൊ ഇതെങ്ങനെ വരും? this magazine is theirs. theirs. okay, apostrophe ഇടാനായിട്ടുള്ള ടെൻഡൻസി പലർക്കും ഉണ്ടാകും. അത് മാറ്റി വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് the two sisters went for shopping with one another. എന്തെങ്കിലും എറർ ഉണ്ടോ? the two sisters went for shopping with one another. ഇതിനകത്ത് ഒരു എറർ ഉണ്ട്. എന്തായിരിക്കും ആ എറർ? പോരട്ടെ. യെസ്, okay. Sorry. Yes. നോക്കിക്കേ, the two sisters went for shopping with one another. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം one another. ഇവിടെ pronoun ഏതാണ്? one another. one another എന്ന് പറയുന്നത് reciprocal pronouns ആണ്. reciprocal pronoun. reciprocal pronoun. reciprocal pronouns രണ്ടെണ്ണമാണ് നമുക്കുള്ളത്. ഒന്ന് one another, അടുത്തത് each other. അപ്പൊ ഈ one anotherും each otherും നമ്മൾ എല്ലാ കേസിലും ഒരുപോലെ ഉപയോഗിക്കുന്നില്ല. രണ്ടിനും രണ്ട് പേർപ്പസ് ആണ്. ഇവിടെ നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് the two sisters എന്ന്, രണ്ട് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ രണ്ടുപേരെ പറ്റി പറയാനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് each other ആണ്. reciprocal pronounൽ each other എന്ന pronoun ആണ് നമ്മൾ രണ്ടുപേരെ പറ്റി പറയാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ each other എന്ന് പറയുമ്പോൾ രണ്ടുപേര്, രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ നമ്മൾ one another യൂസ് ചെയ്യുള്ളൂ. ഇവിടെ എടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് two sisters. വെറുതെ the sisters എന്നായിരുന്നെങ്കിൽ അവിടെ one another കിടന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മളോട് വെറുതെ sisters എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലേ? യെസ്. അടുത്തത് I was surprised when I was informed of me winning the contest. ഇത് നമുക്ക് ചോദിക്കാം എന്നൊരു കേസാണ്. ചോദിച്ചിട്ടുണ്ട്, റെഗുലർ ആയിട്ട് വരാറില്ലെങ്കിലും നമ്മളോട് അത്യാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണിത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും എറർ? I was surprised when I was informed of me winning the contest. ഒറ്റയിൽ നമുക്ക് പ്രത്യേകിച്ച് എറർ ഒന്നും ഇല്ലാതായിട്ട് തോന്നാം, പക്ഷെ ഇതിനകത്തൊരു എറർ ഉണ്ട്. എന്തായിരിക്കും എറർ? ഇവിടത്തെ എറർ എന്തായിരിക്കും? എറർ ഇത്രയേ ഉള്ളൂ. ഈ വിന്നിങ് എന്ന് പറയുന്നത് ഒരു ജെറണ്ട് ആണ്. ജെറണ്ട് എന്താണെന്ന് നമ്മൾ റൂള് പറഞ്ഞപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു. നൗണിന്റെ വെർബിന്റെ ing ഫോം ആണ്. പക്ഷെ അതൊരു സെന്റൻസിൽ ആക്ട് ചെയ്യുന്നത് വെർബ് ആയിട്ടായിരിക്കും. അല്ല, വെർബിന്റെ ing ഫോം ആണ്, പക്ഷെ ഒരു സെന്റൻസിൽ ആക്ട് ചെയ്യുന്നത് നൗൺ ആയിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു വെർബ് ഒരു നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു. വെർബിന്റെ ing ഫോം ചില സെന്റൻസുകളെ നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്.
അങ്ങനെ ഒരു ജെറണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഒരു സെന്റൻസിൽ ഒരു ജെറണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന പ്രോനൗൺ എപ്പോഴും എന്തായിരിക്കും? ഏത് കേസിലായിരിക്കും? അതിന്റെ കൂടെ വരുന്ന പ്രോനൗൺ എപ്പോഴും പോസസീവ് കേസ് ആയിരിക്കും. കേൾക്കുമ്പോ ഇത് ഒരു മാച്ച് ആയി പോകാത്ത പോലെയൊക്കെ തോന്നും. കാരണം നമ്മൾ അത്ര ജെറണ്ട് ഒന്നും നമ്മുടെ നോർമൽ കമ്മ്യൂണിക്കേഷനിൽ അധികം യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ തോന്നും. പക്ഷെ ഇങ്ങനെ വേണം നമ്മൾ എക്സാം എഴുതാനായിട്ട്. നിങ്ങൾ ഒരു ജെറണ്ട് അല്ലെങ്കിൽ ഒരു വെർബിന് ing ഫോം കണ്ട് കൂടെ ഒരു പ്രോണൗൺ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക, ജെറണ്ട് ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ പൊസസീവ് കേസേ യൂസ് ചെയ്യാവുള്ളൂ. പലരും യൂഷ്വലി ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയില്ല, ആൻസറിന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ ഓപ്ഷനും വെച്ചൊന്ന് പറഞ്ഞു നോക്കും. ഇതിൽ ഏതാണ് കേൾക്കാൻ കുറച്ചുകൂടെ രസം അതങ്ങ് ആൻസർ ചെയ്യും. അത് ഇവിടെ ചെയ്യരുത്. കാരണം ഐ വാസ് സർപ്രൈസ് വെൻ ഐ വാസ് ഇൻഫോംഡ് ഓഫ് മൈ വിന്നിംഗ് ദ കോൺടെസ്റ്റ് എന്ന് പറയുമ്പോൾ മൈ വിന്നിംഗ് എന്ന് പറയുമ്പോൾ അത്ര വലിയ രസമൊന്നും ഇല്ല കേൾക്കാനായിട്ട്. പക്ഷേ ഇവിടെ ആ ട്രിക്ക് നിങ്ങൾ ഈ ഒരു കേസിൽ ഉപയോഗിക്കല്ലേ. ഉപയോഗിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവും, ആ മാർക്ക് പോകും. അപ്പൊ ഓർക്കുക, ഐ വാസ് സർപ്രൈസ് വെൻ ഐ വാസ് ഇൻഫോംഡ് ഓഫ് മൈ വിന്നിംഗ് നമ്മൾ എടുക്കാൻ കാരണം വിന്നിംഗ് എന്ന് പറയുന്നത് ഇവിടെ ജെറണ്ട് ആണ്. അതുകൊണ്ട് മൈ എന്ന പോസസീവ് കേസ് നമ്മൾ യൂസ് ചെയ്തു. അടുത്തത് ശിവ ഈസ്. അപ്പൊ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരുന്നത് പ്രോനൗൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പറയാം, നമ്മൾ എല്ലാവരും റെഡിയാണ്. സോ അതുകൊണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആക്കി പോകാം കേട്ടോ. ഇനി അടുത്ത, ശിവ ഈസ് ക്ലെവറർ ദാൻ ഓണസ്റ്റ്. ശിവ ഈസ് ക്ലെവറർ ദാൻ ഓണസ്റ്റ്. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? നമ്മൾ യൂഷ്വലി നമുക്ക് ഇങ്ങനെ ഈ സെന്റൻസ് ഇങ്ങനെയായിരുന്നെങ്കിൽ ഓക്കെ, ശിവ ഈസ് ക്ലെവറർ ദാൻ റാം ഇരിക്കട്ടെ. ശിവ ഈസ് ക്ലെവറർ ദാൻ റാം. അവിടെ ശിവയും ഈ ഓണസ്റ്റിന് പകരം നമ്മൾ ഇട്ടിരിക്കുന്നത് റാം എന്നൊരാളാണ് അല്ലെ. അപ്പൊ ശിവ ഈസ് ക്ലെവറർ ദാൻ റാം എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിൽ ഒരു എററും ഇല്ല. പക്ഷെ ഇവിടെ ഒരു എറർ ഉണ്ട്. കാരണം എന്താണ്? ഇവിടെ രണ്ട് ആൾക്കാരെ അല്ല കമ്പയർ ചെയ്തിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ പറയാണ് ഷീ ഈസ് ബെറ്റർ ദാൻ ഹെർ സിസ്റ്റർ. ഷീയും സിസ്റ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അല്ലെങ്കിൽ ജോ ഈസ് സ്മാർട്ടർ ദാൻ ശ്രീ. അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു കമ്പാരിസൺ ആണ് വരുന്നത് അല്ലെ. രണ്ടാളുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇവിടെ കമ്പാരിസൺ ആണെങ്കിൽ പോലും ഇവിടെ രണ്ടാളുകൾ തമ്മിലല്ല കമ്പയർ ചെയ്യുന്നത്, ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് ശിവ എന്ന വ്യക്തിയുടെ ക്ലെവറും ഓണസ്റ്റും, ക്ലെവർ എന്ന ക്വാളിറ്റിയും ഓണസ്റ്റ് എന്ന ക്വാളിറ്റിയും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ശിവയുടെ ക്ലെവർ ആൻഡ് ഓണസ്റ്റ് 2 ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരാളെ പറ്റി പറയുന്നുള്ളൂ. ഇങ്ങനെ ഒരു വ്യക്തിയുടെ തന്നെ 2 ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരാളുടെ 2 ക്വാളിറ്റീസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ ഒരു മോർ ചേർക്കുക. അതായത് മോർ ക്ലെവറർ എന്ന് വരില്ല, ശിവ ഈസ് മോർ ക്ലെവർ ദാൻ ഓണസ്റ്റ്. ശിവ ഈസ് മോർ ക്ലെവർ ദാൻ ഓണസ്റ്റ് എന്ന് വരും. ഓക്കെ, ശിവ ഈസ് മോർ ക്ലെവർ. അപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. മോർ ചേർക്കണം എന്ന് എല്ലാവരും ഓർക്കും. പക്ഷെ പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മോർ ക്ലെവറർ എന്നിടും. തെറ്റാണ്. മോർ ക്ലെവറർ അല്ല, മോർ ക്ലെവർ ദാൻ ഓണസ്റ്റ് എന്നേ കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. ഇൻ ദ ഫോൾ സീസൺ വാലീസ് ടെൻഡ് ടു ബി ഫോഗി ദാൻ ദ ഹിൽ ടോപ്സ്. എന്തെങ്കിലും എറർ ഉണ്ടോ ഇതിനകത്ത്? നമുക്ക് കിട്ടുന്ന എല്ലാ സെന്റൻസിലും എറർ ഉണ്ടാവണമെന്നില്ല കേട്ടോ. നമുക്ക് നോ എറർ സെന്റൻസും വരും. നിങ്ങൾക്ക് ഓപ്ഷനിൽ അവിടെ നോ എറർ എന്നും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇൻ ദ ഫോൾ സീസൺ ദ വാലീസ് ടെൻഡ് ടു ബി ഫോഗി ദാൻ ദ ഹിൽ ടോപ്സ്. എന്തെങ്കിലും എറർ ഉണ്ടോ? ഒരു എറർ ഉണ്ട്. എന്താണ്? ഇൻ ദ ഫോൾ സീസൺ ദ വാലീസ് ടെൻഡ് ടു ബി ഫോഗി ദാൻ ദ ഹിൽ ടോപ്സ് അല്ല, ഫോഗിയർ ദാൻ ദ ഹിൽ ടോപ്സ്. ഫോഗി, ഫോഗിയർ, ഫോഗിയസ്റ്റ്. ഇവിടെ കമ്പാരിസൺ ഉണ്ട്. വാലീസും ഹിൽ ടോപ്പും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെ വരും? വാലീസ് ടെൻഡ് ടു ബി ഫോഗിയർ ദാൻ ദ ഹിൽ ടോപ്സ് എന്നാണ് വരേണ്ടത്. ഇറ്റ്സ് ഫോഗിയർ. ഓക്കെ, സോ അവിടെ എറർ ഉണ്ട്. അപ്പൊ മോർ ഫോഗി എന്നാണ് ഓപ്ഷൻ എങ്കിൽ തെറ്റാണ്. ഫോഗി, ഫോഗിയർ, ഫോഗിയസ്റ്റ്. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അഡ്ജക്റ്റീവ്സിലേക്ക് കടന്നിരിക്കുകയാണ്. യെസ്, നമുക്ക് നോക്കാം. Okay.
ഓക്കെ, ഇനി അടുത്തത് മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ് ദിസ് മോർണിംഗ്. മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ്റ്റ് ദിസ് മോർണിംഗ്. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ആക്ച്വലി ഇവിടെ ഒരു എറർ ഉണ്ട്. എന്താണ്? മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ് ദിസ് മോർണിംഗ്. എന്റെ കോൾഡ് കുറച്ചുകൂടിയും വേഴ്സ് ആണെന്നാണ് പറയുന്നത്. വേഴ്സ്റ്റ്, അതായത് ബാഡ് വേഴ്സ് വേഴ്സ്റ്റ്, ബാഡ് വേഴ്സ് വേഴ്സ്റ്റ്. ഇവിടെ എന്റെ കോൾഡ് കുറച്ചുകൂടി ബാഡ് ആയി അല്ലെങ്കിൽ കുറച്ചുകൂടി വേഴ്സ് ആയി എന്ന് പറയും, വേഴ്സ്റ്റ് എന്നല്ല പറയാം. കാരണം എന്താണ്? ഇപ്പൊ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനേക്കാൾ ഇന്ന് രാവിലെ ഇപ്പൊ കുറച്ചുകൂടി വേഴ്സ് ആയി. അപ്പൊ വേഴ്സ്റ്റ് അല്ല, വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും, ഇനി അതിന്റെ മുകളിൽ വേറൊന്നും പറയാനില്ല. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഓൾറെഡി ഉള്ള കോൾഡിനേക്കാൾ കുറച്ചുകൂടി മോശമായി. അപ്പൊ കമ്പാരിസൺ നേരത്തെ ഉണ്ടായിരുന്ന കോൾഡും ഇപ്പൊ ഇന്ന് രാവിലെ ഉള്ള കോൾഡും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഉപയോഗിക്കുമ്പോ മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ്റ്റ് അല്ല, വേഴ്സ് ദിസ് മോർണിംഗ് എന്ന് വേണം പറയാൻ. മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ് ദിസ് മോർണിംഗ്. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റക്ക് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട്, ഒന്ന് നോക്കട്ടെ. സ്റ്റക്ക് അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അവിടെ കമ്പാരിസൺ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എററൊന്നും തോന്നത്തില്ല, പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ അവിടെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ അപ്പൊ നമുക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കമ്പാരിസൺ ഒന്നും കണ്ടില്ലെങ്കിലും പലരും മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി ബാഡ് ദിസ് മോർണിംഗ്, പ്രത്യേകിച്ച് കമ്പാരിസൺ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ബാഡ് എഴുതാൻ നോക്കും. തെറ്റാണ്. ബാഡ് ദിസ് മോർണിംഗ് എന്ന് പറയില്ല. മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ്. കാരണം എന്താണ്? ഓൾറെഡി ഉണ്ടായിരുന്നു, എനിക്ക് ഓൾറെഡി കോൾഡ് ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വേഴ്സ് ആയി. ഇപ്പൊ കമ്പാരിസൺ ഓൾറെഡി ഉള്ള ജലദോഷം അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കോൾഡും ഇപ്പോഴുള്ള കോൾഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അവിടെ കാണുന്നത്. സോ അതുകൊണ്ട് എന്ത് ചേർക്കാം? വേഴ്സ് എന്നത് ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? യെസ്, സോ വേഴ്സ്. ഇനി അടുത്ത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് യുണീക് ബുക്ക്. എന്തെങ്കിലും എറർ ഉണ്ടോ ഇവിടെ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് യുണീക് ബുക്ക്. എനി എറർ? ഒരു എറർ ഉണ്ട്. കാരണം നമ്മൾ യുണീക്ക് എന്ന് പറയുന്ന ചില അഡ്ജക്റ്റീവ്സ് ഉണ്ട്, അവിടെ നമുക്കൊരു കമ്പാരിസൺ, ഒരു രീതിയിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് ആ വേർഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആണ്. അവിടെ നമുക്ക് പല രീതിയിലുള്ള കമ്പാരിസൺസ് ഒന്നും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ വേർഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് ഫുൾ, ഞാൻ പറയാണ് 100 out of 100 എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്സ് ആണ് അല്ലെ. നേരെ മറിച്ച് 98.9 ഉണ്ട്, നമുക്ക് ഫുൾ മാർക്സ് എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 99.9 ഉണ്ട്, നമുക്ക് ഫുൾ മാർക്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എത്ര മാർക്സ് ഉണ്ടെങ്കിലും 100 out of 100 മാത്രമേ ഫുൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ചില വേർഡ്സ് കംപ്ലീറ്റ്, സ്ക്വയർ, ഫുൾ, ചീഫ്, യുണീക്ക് ഇങ്ങനത്തെ വേർഡ്സ് നമുക്ക് മോർ അല്ലെങ്കിൽ ലെസ് എന്ന് പറയാൻ പറ്റില്ല. ആ വേർഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം? ആ വേർഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആയതുകൊണ്ട് മോസ്റ്റ് വേണ്ട, ഇറ്റ് ഈസ് ദ യുണീക് ബുക്ക് എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ദ യുണീക് ബുക്ക്. ഓക്കെ, ആൻഡ് ഈ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് നോക്കുക, ആൻസർ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നോക്കുക. ആൻസർ കീ വെച്ച് ചെക്ക് ചെയ്യുക, അതൊക്കെ ഓക്കെ. പക്ഷേ വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, കാരണം എങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, കാരണം ഓരോന്നിനും ഓരോ റൂൾ ഉണ്ട്. നമ്മൾ വെറുതെ ഒരു എന്താ പറയുക, നമുക്ക് വെറുതെ ഇതെങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു പോവല്ല, കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു എറർ വന്നത് എന്ന് നമ്മൾ റൂൾ സഹിതം പറയുവാണ്. അപ്പൊ ക്ലാസ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്, മസ്റ്റ് ആയിട്ട് കാണുക കേട്ടോ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ട്രീ ഈസ് എൽഡർ ദാൻ ദാറ്റ്. ദിസ് ട്രീ ഈസ് എൽഡർ ദാൻ ദാറ്റ്. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഉണ്ട്. എൽഡർ, ഓൾഡർ. എൽഡർ എന്ന് പറഞ്ഞാൽ നമ്മള് സ്വന്തം ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ സ്വന്തം സിബ്ലിങ്സിനെ പറ്റി, ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിൽ, സെയിം ഫാമിലി ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് എൽഡർ എന്ന് പറയുന്നത്, എൽഡറും എൽഡസ്റ്റും. ബാക്കി ഇപ്പൊ നമുക്കൊരു ആനിമൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആനിമൽ അല്ല, ഒരാളുകളെ പറ്റി പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റി പറയണമെങ്കിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾഡറും ഓൾഡസ്റ്റുമാണ്. സോ എൽഡർ ആൻഡ് എൽഡസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരൊറ്റ കേസേ ഉള്ളൂ. സെയിം ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എൽഡർ യൂസ് ചെയ്യുള്ളൂ.
ആൻഡ് എൽഡസ്റ്റ്. ഇത് രണ്ടും ഒരേ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ സ്വന്തം സിബ്ലിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ യൂസ് ചെയ്യുള്ളൂ. സോ ദിസ് ട്രീ ഈസ് ഓൾഡർ ദാൻ ദാറ്റ് എന്നേ വരുള്ളൂ. അപ്പൊ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തേലും എറർ ഉണ്ടോ ആർക്കേലും? ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എല്ലാം റൂൾ വെച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഗ്രൂപ്പിലാണെങ്കിലും ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത സെഷൻ വെക്കുമ്പോൾ അതിന്റെ കൂടെ ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ. വെൽക്കം ബാക്ക് കൂട്ടുകാരെ, എല്ലാവർക്കും അക്കാഡമിക്സ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻ്റെ മാത്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. സോ പൊതുവെ ക്വസ്റ്റ്യൻ്റെ ഒരു കൈൻഡ് ഓഫ് കോംപ്ലക്സിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു 10 ക്വസ്റ്റ്യൻസും. കൂടുതൽ ടൈം എടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ സിമ്പിളായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതിപ്പം മാത്സ് ആണെങ്കിലും ശരി, ലോജിക്കൽ റീസണിങ് ആണെങ്കിലും ശരി, ഒരു PSC സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പൊതുവെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. സോ എല്ലാവർക്കും ഈ 10 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ കിട്ടിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചു പോയത്, എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, മനസ്സിലാക്കി എടുക്കുക. ഫൈൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു സീരിയസ് ആണ്. 1, 2, 10, 37 ആൻഡ് 102 അല്ലേ. 1, 2, 10, 37, 101. സി സീരീസിന്റെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് സീരീസ് ഉണ്ട്, എങ്ങനെയാണ് ഒരു സീരീസ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏതാണ് ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഒരിക്കലും ഒരു ഓൾട്ടർനേറ്റീവ് സീരീസ് അല്ല. ചിലപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഓപ്പറേറ്റർ സീരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡീഷൻ സീരീസ് ആയിരിക്കാം. പക്ഷേ ഇതിന്റെ എന്താ പറയുന്നത്, ഇതിന്റെ ഇൻക്രീസ് ഇനീഷ്യലി ഗ്രാജുവൽ ആണ് എങ്കിൽ പോലും പിന്നീട് വലിയൊരു ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. സോ ബേസിക്കലി മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിന്റെ 1 നിന്ന് 2ലേക്ക് പോകണമെങ്കിൽ 1 ആണ് അല്ലേ ആഡ് ചെയ്യേണ്ടത്. 2 നിന്ന് 10ലേക്ക് പോകാൻ 8 ആണ് ആഡ് ചെയ്യേണ്ടത്. ദെൻ 10 നിന്ന് 37ലേക്ക് പോകാൻ 27 ആഡ് ചെയ്യണം. ആൻഡ് 37 നിന്ന് 101ലേക്ക് പോകാൻ എത്രയാണ്, 64 ആഡ് ചെയ്യണം. സോ ബേസിക്കലി എന്താണ്, ഇതൊരു ക്യൂബ് സീരീസ് ആണ് അല്ലേ. ഇത് ഏതാണ്ട് ഒരു ക്യൂബ് സീരീസിന്റെ എക്സാമ്പിൾ ആണ്. 1, 8, 27, 64. 8 2ന്റെ ക്യൂബാണ്, 27 3യുടെ ക്യൂബാണ്, 4 64 4ന്റെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും, 101 പ്ലസ് 5 ക്യൂബ്. 101 പ്ലസ് 125 എത്രയാണത്, 226. ആൻസർ എത്രയാണ്, ആൻസർ D 226. സിമ്പിൾ അല്ലേ, സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. നെക്സ്റ്റ് ഓക്കെ, ഒരു ഫ്രാക്ഷൻ ക്വസ്റ്റൻ ആണ്. വളരെ ബേസിക് ക്വസ്റ്റൻ ആണ്. ഫ്രാക്ഷൻ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും അറിയാമോ എന്നുള്ളത് മാത്രമാണ് ഈ ക്വസ്റ്റൻ്റെ ലക്ഷ്യം. അതായത് LCM എടുക്കാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എന്താ പറയുന്നത് എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ. PSCക്ക് പലപ്പോഴും ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റൻസും ചോദിക്കാറുണ്ട്. അതായത് ബേസിക് ആയിട്ട് കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ട് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യം. സോ ബേസിക്കലി LCM എടുത്തു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കഴിഞ്ഞു. സോ ബേസിക്കലി LCM എടുക്കാനുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എങ്ങനെ എടുക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 8ന്റെയും 12ന്റെയും 16ന്റെയും കോമൺ മൾട്ടിപ്പിൾ ആണല്ലോ, അല്ലെങ്കിൽ ഈ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ. സോ 8ന്റെ ടേബിളിലുള്ള അല്ലെങ്കിൽ 48 അല്ലെ, 48 24 ഉണ്ട് അല്ലെ. 24 18നും 12നും ഉള്ള ഒരു കോമൺ മൾട്ടിപ്പിൾ ആണ്. പക്ഷേ 16 ആ കോമൺ മൾട്ടിപ്പിൾ ഇല്ല. പിന്നെ ഏതാ കോമൺ മൾട്ടിപ്പിൾ ഉള്ള 18 12നും 36 ആണ്. പക്ഷെ അതും 16 ഇല്ല, 18നും ഇല്ല. ദെൻ കംസ് 48 ആണ്. 48 8 into 6 times 48, 12 4 times 48 ആണ്. 16 3 times 48 ആണ്. Therefore 48 ആണ് എന്ത് LCM വരുന്നത് കേട്ടോ. 48 ആണ് LCM വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, 48 എഴുതാം. സോ 8 into 5 ആണ് അല്ലേ, 8 into 5 ആണ്. സോ 5 into 5 25 പ്ലസ് 12 into 4 ആണ് 48. അങ്ങനെയാണെങ്കിൽ 7 into 4 അല്ലേ. 7 into 4 എന്ന് പറയുമ്പോഴത്തേന് 28 പ്ലസ് മൈനസ് ആണ്, മൈനസ് 16 into 3. 16 into 3 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ 3 into 3 9 ആണ്. സിമ്പിൾ ആയല്ലേ. നമുക്ക് എന്തായി, 25 പ്ലസ് 28 53 ആണ് അല്ലേ. 53 മൈനസ് 9, 53 മൈനസ് 9. നമുക്ക് തെറ്റിപ്പോയിട്ടോ. ഓക്കെ നമുക്ക് തെറ്റിപ്പോയാണ്. നമുക്ക് ആക്ച്വലി സോറി 8 into 6 ആണല്ലേ. 8 into 6 ആക്ച്വലി 8 into 6
48 ആണ്. അങ്ങനെയാണെങ്കിൽ 5 into 6 ആണ് ഇവിടെ വരേണ്ടത്. സോ ഇവിടെ 30 ആണ്. സോ 30 പ്ലസ് 28 മൈനസ് 9 എത്രയാണ്? 49/48. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, എൻ്റെ ഒരു ഫോക്കസ് ഇല്ലായ്മയിലോട്ട് പറ്റിയ പ്രശ്നമാണ് കേട്ടോ. അല്ലാതെ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. അല്ലാതെ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ ഇൻ ദി ഗിവൺ സീരീസ് 4, 8, മിസ്സിംഗ് നമ്പർ എക്സ് 100, 180, 294, 448. നമുക്ക് എഴുതി നോക്കാം. 4, 18, then comes 100, then comes 180. നമുക്ക് നോക്കാം 4 അല്ലേ, 4, 8. ഇവിടെ കണ്ടോ, ഇവിടെ ബേസിക്കലി പ്രശ്നം എന്താ, അല്ലെങ്കിൽ ബേസിക്കലി നമുക്ക് കിട്ടുന്ന നമ്മുടെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എന്താണ്? ഇതിന്റെ ഇൻക്രീസ് കണ്ടോ, ഗ്രാജുവൽ ഇൻക്രീസ് ആണോ? അല്ല, ഗ്രാജുവൽ ഇൻക്രീസ് അല്ല, ഒരു വലിയ ഇൻക്രീസ് ആണ്. സോ അപ്പോൾ ഒബ്വിയസ്ലി ഇതൊരു ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ഓപ്പറേറ്റർ സീരീസോ മറ്റോ എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത അല്ലെ, സാധ്യത. ഇവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ 4 ആണ്. 4 ബേസിക്കലി 2 സ്ക്വയർ ആണ് അല്ലെ. 4 2 സ്ക്വയർ ആണ്. കൂടുതൽ ഇൻഫറൻസ് ഒന്നും നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കത്തില്ല. 2 സ്ക്വയർ എന്ന രീതി മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 18 എടുക്കാം അല്ലെ. 18 എടുക്കുകയാണെങ്കിൽ എന്താ, 18 9 into 2 ആണ്. 2 സ്ക്വയർ 9 into 2 അങ്ങനെ ഒരു കോമ്പിനേഷൻ വരില്ല. ഓക്കെ, പിന്നെന്താ ഉള്ളത്? 18 എന്ന് പറയുമ്പോൾ 3 ക്യൂബ് മൈനസ് 3 ക്യൂബ് മൈനസ് 3 സ്ക്വയർ 18 ആണ് അല്ലെ. അതുപോലെ 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്ടെന്ന് കിട്ടി തുടങ്ങി. 100 നോക്കിക്കേ, 100 എന്താണ്? 5 ക്യൂബ് മൈനസ് 5 സ്ക്വയർ, 5 ക്യൂബ് മൈനസ് 5 സ്ക്വയർ അല്ലെ. 125 മൈനസ് 25 which is 100. ഓക്കെ, ദെൻ അടുത്തോടെ നോക്കാം. 4 സോ ഇത് 4 ക്യൂബ്. സോ അവിടുത്തെ 6 ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 36 into 6 216 ആണ്. 216 മൈനസ് 36 അല്ലെ. 216 മൈനസ് 36 is 180. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? റിലേഷൻ എന്താണ്? റിലേഷൻ ബേസിക്കലി എന്താണ്? എ ക്യൂബ് മൈനസ് എ സ്ക്വയർ എന്ന ഫോമിലാണ് ഈ നമ്പേഴ്സ് എല്ലാം കിടക്കുന്നത്. അതിന്റെ പൊസിഷൻ അനുസരിച്ചാണ് മാറുന്നത്. സോ ഫസ്റ്റ് പൊസിഷനിൽ 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ, സെക്കൻഡ് പൊസിഷൻ 3 ക്യൂബ് മൈനസ് 3 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ എന്തായിരിക്കും? കണ്ടുപിടിക്കുന്ന നമ്പർ 4 ക്യൂബ് മൈനസ് 4 സ്ക്വയർ, അതായത് 64 മൈനസ് 60 which is 48. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ, 48. നമ്പർ സീരീസ് ക്വസ്റ്റൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സീരീസിന്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഓൾട്ടർനേറ്റീവ് സീരീസ് അല്ല എന്നുള്ള കാര്യം. ഒരു അഡീഷണൽ സീരീസ് ആണ് എന്ന് നമുക്കിത് പറയാൻ സാധിക്കത്തില്ല. സോ കാരണം എന്താ, ഇൻക്രീസ് ഗ്രാജുവൽ അല്ല, ഇൻക്രീസ് ഭയങ്കര വലിയ ഇൻക്രീസ് ആണ് അല്ലേ. വളരെ ഏതാണ്ട് ഇരട്ടിച്ച് പോകുന്ന ടൈപ്പ് ഒരു സംഗതിയാണ്. സോ ഒബ്വിയസ്ലി ഇത് മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ക്യൂബോ അല്ലെങ്കിൽ സ്ക്വയർ സീരീസോ ആയിരിക്കാം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അനുമാനിക്കാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മൾട്ടിപ്പിൾ ഓപ്പറേറ്റർ സീരീസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ഓക്കെ, ഫൈൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൗണ്ടർ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഡു മോർ ആൻഡ് ക്വസ്റ്റ്യൻസ്. അത്രയും ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോജിക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫൈൻ. സോ ബി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. ഓക്കെ, 13, 32, 24, 43, 35. ഓക്കെ, ഇവിടെ കണ്ടോ, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ കൂടുന്നു പിന്നെ കുറയുന്നു, പിന്നെ കൂടുന്നു പിന്നെ കുറയുന്നു. സോ ബേസിക്കലി എന്താണ് ഇത്? ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് അല്ലേ. 13, 24 ഇങ്ങനെ നോക്കിയാൽ മതി. 30, 24, 24, 35, 35, 46. അങ്ങനെയാണെങ്കിൽ 32, 43, 43, 54. അടുത്ത നമ്പർ എന്താണ്? സോ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? 11 കൂടി പോവുകയാണ് അല്ലേ. 11 വെച്ച് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ 54 പ്ലസ് 11 which is 65. ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ്. ആൻഡ് ഫസ്റ്റ് നമ്പറിൽ നിന്ന് 11 കൂട്ടുവാണെങ്കിൽ തേർഡ് നമ്പർ കിട്ടും. സിമിലർലി സെക്കൻഡ് നമ്പറിൽ നിന്ന് 11 കൂട്ടുമ്പോൾ ഫോർത്ത് നമ്പർ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? 54 പ്ലസ് 11 ചെയ്താൽ മതി, 65. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. Then comes 3/4 of the tank is filled with water. Another 1/6 of the tank is added. So what fraction of the tank is filled now? ബേസിക് അഡീഷൻ മാത്രമാണ് കേട്ടോ. നേരത്തെ സംസാരിച്ച പോലെ തന്നെ എന്താണ് സംഗതി, എൽസിയം തന്നെ എടുത്ത് ആഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമുക്ക് ഒരു ടാസ്ക് ആയിട്ട് വരുന്നത്. അല്ലാതെ കാര്യമായിട്ടുള്ള എന്താ പറയുന്നത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് അവിടെ ആവശ്യമില്ല. ഓക്കെ, ഇതിന്റെ എന്താണ് അതിന്റെ ഫസ്റ്റ് എൽസിയം എന്താണ്? എൽസിയം 12 ആണ് അല്ലെ. 4ന്റെയും 6ന്റെയും എൽസിയം 12 ആണ്. സോ 3 into 3 are 9. 3 into 3 is 9 and 6 into 2 അല്ലെ. 6 into 2 12 ആണ്. സോ 1 into 2 2 ആണ്. സോ ആൻസർ എന്താണ്? ആൻസർ 11/12. സിമ്പിൾ. ഒരൊറ്റ മിനിറ്റ് പോലും നമുക്ക് ആവശ്യം വന്നിട്ടില്ല.
പ്രാക്ടീസ് ഉണ്ട് എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരു മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. ഈവൻ ഇഫ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2-3 മിനിറ്റ് ഇനീഷ്യലി എടുക്കുന്നുണ്ടെങ്കിൽ പോലും, ഈവൻ ഇഫ് 5 മിനിറ്റ് ആണെങ്കിൽ പോലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 5 മിനിറ്റിൽ കൂടുതലൊന്നും ഒരിക്കലും ഒരു ക്വസ്റ്റ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കണം. ഓക്കെ, എക്സാം അടുക്കുമ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ. 20 ക്വസ്റ്റ്യൻസ് ആണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് നമുക്ക് പ്രിലിംസിലുള്ള ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് കൂടുതലൊന്നും എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരില്ല ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി വന്നാൽ തന്നെ ക്വസ്റ്റ്യൻസിനെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് അതിന്റെ ഹാർഡ്നെസ്, അതിന്റെ ഈസി, ഏത് ക്വസ്റ്റൻ ആണ് ഈസി, ഏത് ക്വസ്റ്റൻ ആണ് ഹാർഡ് എന്ന് മനസ്സിലാക്കി അത് ലീവ് ചെയ്യണോ, ടൈം വേസ്റ്റ് ചെയ്യണോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഇതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒറ്റ കാര്യമായിരിക്കും ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. സോ ഐ കീപ് സേയിങ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. പ്ലീസ് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മുടെ ഭാഗത്തുനിന്ന്, അക്കാഡമിക്സിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ടാകും. ഞങ്ങൾ തരുന്ന ക്വസ്റ്റ്യൻസിൽ മാത്രം റിലേ ചെയ്യാതെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ സൈഡിൽ നിന്നൂടെ ചെയ്ത് നോക്കുക. സോ ദാറ്റ് പഠിക്കുന്ന പോർഷൻസിന്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് അറ്റ് ദി എൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാത്സിന്റെ ക്വസ്റ്റ്യൻസിനെ പേടിക്കാതെ കൗണ്ടർ ചെയ്യാൻ സാധിക്കും. ഫൈൻ. Okay, Raj travels 360 km on 3/5 of his petrol tank. So total petrol tankന്റെ 3/5 ഭാഗം ഫില്ലായപ്പോൾ അദ്ദേഹത്തിന് 360 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഫുൾ ടാങ്ക് ആയിരുന്നുവെങ്കിൽ അയാൾക്ക് എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ സാധിച്ചേനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഒരു ഫുൾ ടാങ്ക് നമ്മൾ വരയ്ക്കുകയാണ്. ഇതിൽ ഒരു പാർട്ട്, 2 പാർട്ട്, 3 പാർട്ടായി, 4 പാർട്ടായി, then this comes the 5th part. So ഇവിടെ എന്താ പറഞ്ഞത്, ഈ 3 പാർട്ട് കൊണ്ട് അയാൾക്ക് 360 കിലോമീറ്റർ കവർ ചെയ്യാൻ സാധിച്ചു. സോ ഈ 2 പാർട്ട് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് എത്ര കവർ ചെയ്യാൻ സാധിച്ചേനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടോട്ടൽ 5 പാർട്ട്, ഈക്വൽ പാർട്ടാണ് ഡിവിഷൻ, ഫ്രാക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈക്വൽ 3 halves, like 3 parts of a 5 part അല്ലെ, 5 പാർട്ടായിട്ട് വരുന്ന 5 ഈക്വൽ പാർട്സിന്റെ 3 പാർട്ട് അല്ലെ, 5 ഈക്വൽ പാർട്ടുകളുടെ 3 എണ്ണം എടുക്കുകയാണ് എങ്കിൽ 360 കിലോമീറ്റർ കവർ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടിൽ എത്ര കവർ ചെയ്യാൻ സാധിക്കും? 120 കിലോമീറ്റേഴ്സ് അല്ലെ. ഈ 3 120 കൂടുമ്പോഴാണല്ലോ ഈ 360 കിലോമീറ്റർ അയാൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുക. സോ നെക്സ്റ്റ് 2 പാർട്ടും 120 തന്നെ ആയിരിക്കും. സോ അതായത് ടോട്ടൽ അയാൾക്ക് എത്ര കിലോമീറ്റർ കവർ ചെയ്യാൻ സാധിക്കും? 120 into 5 അല്ലെ, 120 into 5 which is 600. കണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റുള്ളിൽ ചെയ്ത് തീർക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പുകളെല്ലാം വലിച്ചു വാരി എഴുതി ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, കുറച്ച് സ്മാർട്ടായിട്ട് ചിന്തിക്കുക. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക, പാർട്ടായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. വിത്തിൻ സെക്കൻഡ്സ് അല്ലെ 10 സെക്കൻഡിനുള്ള ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അഥവാ ഇനീഷ്യലി നിങ്ങൾ എല്ലാവരും സ്റ്റെപ്സ് യൂസ് ചെയ്ത് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അതിൽ നോ കോംപ്രമൈസ്. പക്ഷേ വൺസ് കൺസെപ്റ്റ് മനസ്സിലായതിനു ശേഷം പ്ലീസ് ഡോണ്ട് ഡു ദീസ് സ്റ്റെപ്സ് അഗൈൻ ആൻഡ് അഗൈൻ. ഓക്കെ, ഇതേ സ്റ്റെപ്സ് തന്നെ വീണ്ടും എഴുതി സമയം കളയേണ്ട കാര്യമില്ല. കുറച്ച് സ്മാർട്ടായിട്ട് ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, JAF, JEF, JIF, JOF. ഇവിടെ കാര്യമായിട്ടുള്ള എന്താ പറയുക പാടൊന്നും നമുക്ക് പെടേണ്ട കാര്യമില്ല. കാരണം എന്താ, JFഉം ഫിക്സഡ് ആണ്, പിന്നെ നടക്കുന്ന ടേം മാത്രമാണ് മാറുന്നത്. JAEIO. ഇവിടെ ഒരു പാറ്റേൺ ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇതെന്താ ബേസിക്കലി ഇതെല്ലാം വവൽസ് ആണ് അല്ലെ. AEIO. അടുത്ത വവൽ ഏതാ? U ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ്. JUF, ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ്. ഇനി തിരിച്ചു വേണമെങ്കിൽ ചോദിക്കായിരുന്നല്ലോ, JUF, JOF, JIF, JEF, JAF. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കോംപ്ലക്സ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതെന്താ ബേസിക്കലി ഉദ്ദേശിച്ചത്, ഇതിന്റെ ലോജിക് എന്താ, A മുതൽ Z വരെയുള്ള ആൽഫബറ്റുകളിലെ ഇൻക്രീസിങ് അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലുള്ള അസെൻഡിങ് ഓർഡർ നമുക്ക് പറയാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ A മുതൽ Z വരെ ഡയറക്ഷനിൽ നോക്കുമ്പോഴുള്ള ഫസ്റ്റ് വവൽസ് തൊട്ട് ലാസ്റ്റ് വവൽ വരെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ കണ്ടേക്കുന്നത്. ഇത് നമുക്ക് ഏത് രീതിയിലും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CNL, BLI, AJF, ZHC. ഇവിടെ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള വഴി A to Z എഴുതുക. എന്നിട്ട് നമ്പേഴ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ചെയ്യാം. A1, B2, C3, D4, E5, F6, G7,
ഓക്കെ, എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചു. 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26. സോ ബി ഇത്രയും അടുപ്പിച്ച് എഴുതരുത്, എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആണെന്നോ. സോ നിങ്ങൾ എഴുതുമ്പോൾ ഇത്രയും അടുപ്പിച്ച് എഴുതരുത്. ഞാനൊരു സാധനം കൂടെ തരാം. ഏതൊരു എക്സാം എഴുതാൻ പോകുമ്പോഴും ആ എക്സാമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ, അല്ലെങ്കിൽ ഇനീഷ്യലി നമുക്കൊരു വർക്ക് ഷീറ്റ് കിട്ടുന്ന കൂടെ തന്നെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഇതങ്ങ് എഴുതി വെക്കുക. സോ ദാറ്റ് വെൻ എവർ യു കൗണ്ടർ സച്ച് എ ക്വസ്റ്റ്യൻ, നിങ്ങൾ വീണ്ടും എഴുതി സമയം കളയേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഇതങ്ങ് എഴുതി വെക്കുകയാണെങ്കിൽ 1, 2, 3 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരൊറ്റ ഡേറ്റിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഫൈൻ. സോ ഒരു എക്സാം എഴുതാൻ നിൽക്കുമ്പോൾ ഫസ്റ്റ് ആ ഒരു വർക്ക് ഷീറ്റ് കിട്ടുമ്പോൾ തന്നെ ഇതങ്ങ് എഴുതി വെക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. CBAZ. സോ എന്താ ബേസിക്കലി ഇവിടെ 3, 2, 1 പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ഫസ്റ്റ് ലെറ്റർ Y ആയിരിക്കും. സോ നമുക്ക് ഈ ഓപ്ഷനും കട്ട് ചെയ്യാമല്ലോ. 2 ഓപ്ഷൻ ഉണ്ട്, YJH Z, സോറി YJH ഉം YFZ. ഫൈൻ. ദെൻ NLJH. നമുക്ക് നമ്പേഴ്സ് ഇട്ട് നോക്കാം. N എന്ന് പറയുമ്പോൾ 14 ആണ്, L എന്ന് പറയുമ്പോൾ 12 ആണ് അല്ലേ. NL. ഓക്കെ. J എന്ന് പറയുമ്പോൾ 10 ആണ്, H എന്ന് പറയുമ്പോൾ 8 ആണ്. സോ നെക്സ്റ്റ് നമ്പർ ഹാസ് ടു ബി 6th അല്ലേ. സോ F ആയിരിക്കും. സോ ആൻസർ എന്തായിരിക്കും? ആൻസർ D ആയിരിക്കും. ആൻസർ D by FZ. നമുക്ക് ഒന്നുകൂടെ റീചെക്ക് ചെയ്യാം. അടുത്ത് നോക്കാം. അടുത്ത് എങ്ങനെയാണ്? അടുത്ത് LIFC അല്ലേ. സോ L എന്താണ്? L ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 12 ആണ്, I 9 ആണ്, F 6 ആണ്, C 3 ആണ്. സോ 3 വെച്ചിട്ടാണ് പറയുന്നത് അല്ലേ. 12, 9, 6, 3, 3, 0 ഒക്കെ വരുന്നത് എന്താ? 26 എന്ന് വരും. സോ Z അല്ലേ. സോ Z. സോ നമ്മളെന്താ ക്രോസ് വെരിഫൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ എന്താണ്? YFZ. ഫൈൻ. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 210, 208, 202. വീണ്ടും ഒരു നമ്പർ സീരീസ് ആണ് അല്ലേ. നമുക്ക് നമ്പർ സീരീസ് എഴുതി നോക്കാം. ചെറിയ ഡിഗ്രീസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതൊരിക്കലും ഒരു മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും ആകാൻ സാധ്യതയില്ല. ഗ്രാജുവൽ ആയിട്ടൊരു ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം. 210 to 208, 2 ആണ് പറയുന്നത്. ഫൈൻ. ഓക്കെ. അല്ലെങ്കിൽ -2 എന്ന് എഴുതാം അല്ലേ. -2 എഴുതാം. 208 to 212. ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ -4 ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ 212 ഇവിടെ -8. ഓക്കെ, -8 ആണ്. ദെൻ കംസ് 190 and 170. ഇവിടെ എന്താ? -20. ഓക്കെ, -20. നമുക്ക് നോക്കാമല്ലോ. ഇവിടെ പ്രത്യേകിച്ചൊരു നമുക്ക് എന്താ പറയുന്ന ഒരു പാറ്റേൺ ഇല്ല അല്ലേ. പ്രത്യേകിച്ചൊരു പാറ്റേൺ ഇല്ല, അതാണ് സത്യം. 2, 4ന്റെ ട്വൈസ് 8 ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ 16 വരുന്ന അടുത്ത നമ്പർ. പക്ഷെ അങ്ങനെയല്ല വന്നേക്കുന്നത്. സോ ആ ഒരു ലോജിക്ക് തെറ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞ ലോജിക്ക് ഓരോ നമ്പറിന്റെ ഇരട്ടി അടുത്ത നമ്പറായിട്ട് വരുന്നു എന്നുള്ളതാണ്. സോ അതല്ല ലോജിക്ക്. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? -2 -4 എത്രയാണ്? -2 -4 അല്ലെങ്കിൽ -2 എന്നല്ല വേണ്ടേ. ഓക്കെ. സോ നമുക്ക് ബേസിക്കലി ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ -8 അല്ലല്ലോ, 12 അല്ലേ. ഇവിടെ 6 ആണ്. എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. 210 ഇവിടെ -2 അല്ലെങ്കിൽ 2 എന്ന് എഴുതാം. 2 എഴുതിപ്പോൾ 208 to 206 6 ആണ്. ദെൻ 202 to 190 12 ആണ്. 190, 170, 20 ആണ്. ഓക്കെ, ഫൈൻ. സോ 2, 6, 12, 8 അല്ലേ. ഇവിടെ ബേസിക്കലി 2 into 3, 2 into 6, 2 into 5. സോ അതായിരിക്കത്തില്ല. ദെൻ ഓക്കെ, ഇതിന് ഡിഫറൻസ് എടുത്ത് നോക്കിക്കേ. 4, 6, 8 അല്ലേ. ഓക്കെ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം നമുക്ക് തന്നിയ നമ്പേഴ്സിന്റെ ഡിഫറൻസ് നമ്മൾ എടുത്തു അല്ലേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും കിട്ടിയ നമ്പേഴ്സിന്റെ ഡിഫറൻസ് വീണ്ടും നമ്മൾ എടുത്ത് നോക്കി. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പാറ്റേൺ നമ്മൾ കാണുന്നുണ്ട്. 4, 6, 8. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്തായിരിക്കും? അടുത്ത നമ്പർ ഹാസ് ടു ബി 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 20 + 10 30. 170 -
30 ഹാസ് ടു ബി 140. 140 നമ്മൾ തിരിച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ തിരിച്ച് ചെയ്തു എന്ന് മാത്രം. 190 മൈനസ് 20 170. 170 മൈനസ് 30 140. ഓക്കെ അല്ലേ? അതായത് ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യലി ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു നമ്പർ സ്ട്രീം കിട്ടി. പക്ഷെ അതിനെന്താ, അത് മറ്റൊരു നമ്പർ സീരീസ് പോലെയാണ്. നമുക്കൊരു പ്രത്യേക ലോജിക് കിട്ടിയില്ല. നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ആ രണ്ട് നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. 2 മൈനസ് 4 അല്ലെങ്കിൽ 6 മൈനസ് 4 4 ആണ്. അതിന്റെ ഡിഫറൻസ് 4 ആണ്. 12 മൈനസ് 6 6, 20 മൈനസ് 12 8 ആണ്. അങ്ങനെയാണെങ്കിൽ 4 6 8 എന്ന രീതിയിലാണ് അത് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് അല്ലേ? +2 എന്ന രീതിയിലാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പറിന്റെ ഡിഫറൻസ്, അടുത്ത നമ്പർ എന്തായിരിക്കണം? 10 ആയിരിക്കണം. ദാറ്റ് മീൻസ് അടുത്ത 20 30 ആയിരിക്കും നെക്സ്റ്റ് 2 നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ 170 മൈനസ് 30 140. ഓക്കെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് എന്താ പറയുക, പുതിയ ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് കാണുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാവും. സോ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് 10th ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് DN EO FP G? നമുക്ക് നോക്കാം. DEFG. സോ നെക്സ്റ്റ് നമ്പർ ഹാസ് ടു ബി, സോ നെക്സ്റ്റ് ആൽഫബറ്റ് H ആയിരിക്കും അല്ലേ? ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം H തന്നെയാണ്. നമുക്കപ്പം അതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കത്തില്ല. നമുക്ക് നെക്സ്റ്റ് ഡിജിറ്റ് നോക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ആൽഫബറ്റ് നോക്കാം. സോ NOPQR. സോ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ലീനിയർ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ മാത്രമാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 1 മിനിറ്റ് പോലും നമുക്ക് വേണ്ട ഈ ക്വസ്റ്റൻ ചെയ്യാം അല്ലേ? സോ ഇതുപോലുള്ള ക്വസ്റ്റൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യണം. സോ ബേസിക്കലി ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും മിക്സ്ഡ് ക്വസ്റ്റൻസ് ആയിരിക്കും. കുറച്ച് ഈസി ക്വസ്റ്റൻസും കുറച്ച് ഹാർഡ് ക്വസ്റ്റൻസ് കാണും. അതിൽ ഈസി ക്വസ്റ്റൻസ് ഈ പറഞ്ഞ പോലെ മാക്സിമം കുറവ് സമയത്തിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഹാവ് എക്സ്ട്രാ കുറച്ച് സെക്കൻഡ്സ് ടു കംപ്ലീറ്റ് ദി ഹാർഡ് ക്വസ്റ്റൻസ്. സോ ദിസ് ഇസ് ഹൗ യു പ്ലേ സ്മാർട്ട്. ഓക്കെ ഫൈൻ. സോ ഇത്രയേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നെക്സ്റ്റ് വീക്ക് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഡിസ്കഷനിൽ കാണാം. സോ താങ്ക് യു.